ഇപ്പോൾ എവല്യൂഷണറി ആയിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ജീവിവർഗങ്ങൾ തുടരുന്നത് അവരവരുടെ പ്രോജനി കൂടിയാണല്ലോ തുടർന്ന് വരണം. അപ്പോൾ ഈ തുടർന്ന് വരുന്ന പ്രോജനി ഇപ്പോൾ കുഞ്ഞായിരിക്കുന്നതിനൊന്നും തയ്യാറെടുക്കും. ഇപ്പോൾ മിക്കവാറും ഒരുപാട് ജീവികളിൽ ജനറ്റിക്കൽ ഇൻഫർമേഷൻ മാത്രം മതി അവരുടെ സർവൈവലായി ബന്ധപ്പെട്ട്. ഇപ്പോൾ രാമക്കുഞ്ഞ് അല്ലെങ്കിൽ പാമ്പ് കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരം വലുതാവണമെന്നല്ലാതെ അറിവിൻ്റെ കാര്യത്തിലോ തലച്ചോറിൻ്റെ കാര്യത്തിലോ ഒന്നും ഉണ്ട്. അതേസമയം വേറെ ചില ജീവികളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സിംഹം, കടുവ അങ്ങനെയുള്ള കുട്ടികളെ അവർ ട്രെയിൻ ചെയ്യണ കാണാം കളികളിലൂടെ, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇങ്ങനെ ഒരു ലിഷർ ടൈം ആക്ടിവിറ്റി പോലെ അവരുടെ ഗ്രൂപ്പിൽ കുട്ടികളുടെ ഒരു നേരം പോക്ക് ആക്ടിവിറ്റി പോലെ കാണാം. ഇത് തന്നെ മനുഷ്യരുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ പാരൻറ്റിങ് നേരത്തെ പറഞ്ഞ പോലെ ഈ അറിവ് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ജനറ്റിക്കലായിട്ട് വരുന്നുണ്ട്, ലാംഗ്വേജിലൂടെ, അങ്ങനെ പലതരത്തിൽ 4 തരത്തിൽ പ്രധാനമായിട്ട് കിട്ടുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് മനുഷ്യരിലുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെ തയ്യാർ ചെയ്തെടുക്കുക എന്നുള്ളത്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഈ വിദ്യാഭ്യാസം എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണോ വിദ്യാഭ്യാസം വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ ഒരാളെ ജീവിക്കാൻ പ്രാപ്തനാക്കുക, അല്ലെങ്കിൽ ഒരു ജീവിയുടെ ചെറുപതിപ്പിനെ അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ എത്തിപ്പെടാൻ വേണ്ട കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാൻ പറ്റും. നമ്മൾ ആ വിഷയത്തിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജീവൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ഒന്ന് നോക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. ഇപ്പം 1 2 ആകുക എന്ന് പറയുന്നതാണ് തുടർച്ച ഉറപ്പാക്കിയ ആദ്യത്തെ സാങ്കേതികവിദ്യ. ജീവനില്ലാത്തത് എന്ന് നമ്മൾ പറയുമ്പോൾ ജീവൻ എങ്ങനെ തുടർന്നു എന്നുള്ളത്, ഒന്നായിരുന്നത് പെട്ടെന്ന് അതില്ലാതായി പോകാനുള്ള സാധ്യതയുള്ളിടത്ത് ആ ഉണ്ടായി എന്ന് പറയുന്ന നിമിഷം തൊട്ട് അത് പലതാകുക എന്ന് പറയുന്നതാണ് ചെയ്തത്. അപ്പോൾ 1 2 ആകുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ മെക്കാനിസം ജീവൻ്റെ. അത് ഇന്നും തുടരുന്നുണ്ട്. ബാക്ടീരിയ മുഴുവൻ എടുത്ത് നമ്മൾ പരിശോധിച്ചു 1 2 ആകുക 1 2. അപ്പോൾ 2 അത് 2 ആയത് അതിൻ്റെ മൂക്കുക എന്ന് നമ്മൾ പറയുന്ന അർത്ഥത്തിലാണ്. മെച്യൂർ ആകുക എന്ന് പറയുന്ന അർത്ഥത്തിൽ മൂത്ത് 2 ആകുക എന്ന് പറയുന്നതല്ലാതെ അവിടെ മരണമില്ല. അത് നമ്മൾ എപ്പോഴും കാണേണ്ടതുണ്ട്. ആളുകൾ ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സാധനമാണല്ലോ, ജനിച്ചാൽ മരിക്കും എന്നാണ് പഠിക്കുന്നത്. അങ്ങനെ വേണമെന്നില്ല. ബാക്ടീരിയ മരിക്കുന്നില്ലെന്ന് നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ ബാക്ടീരിയനെ കാണുന്നില്ല, മനുഷ്യന്റെ ലോകത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സങ്കീർണമായ ജീവികളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട്, അതെല്ലാം മരിക്കുന്നത് കാരണം കൊണ്ട് നമ്മൾ ജനിച്ചാൽ മരിക്കും എന്നുള്ളത് സംശയരഹിതമായ പഴയ കാലത്തെ ഏറ്റവും തത്വചിന്താപരമായ അറിവാണ്. ജീവിതത്തിലെ യാതനകളെ നേരിടാനുള്ള, എന്നിട്ട് മരണം എന്ന് പറയുന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സൂക്ഷ്മജീവികളുടെ ലോകത്ത് മരണം എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല. 1 2 ആകുക എന്ന് പറയുന്നത് മൂത്ത് വീണ്ടും 2 ആകുക. അപ്പോൾ ഈ എന്താണ് ഈ 2 ആകുക എന്ന് പറയുന്നത്? ആ ഉണ്ടായ അനുഭവം പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ 2 ആകുക എന്ന് പറയുന്നത്. അത് വളരെ ബ്യൂട്ടിഫുള്ളായി. ഉണ്ടായ അനുഭവം പങ്കുവെക്കുക എന്ന് പറയുന്നത്, ഞാനത് 2 രൂപപ്പെടുക എന്നുള്ള നിലയ്ക്ക് അങ്ങനെയല്ല. ഈ അനുഭവം നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. ജീവൻ സംഭവിച്ചത് പ്രപഞ്ചത്തിലെ ഭൂമിയിൽ മാത്രമാണോ അല്ല നമുക്ക് ഇന്ന് അറിഞ്ഞൂടാ. ഉണ്ടായ അനുഭവം പങ്കുവെക്കുക എന്ന് പറയുമ്പോഴേ ആരോടാണ് പങ്കുവെക്കും? 2 ആയി പങ്കുവെക്കുക, 2 ആയി പകുക്കുക. കാരണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിക്കുക. പലതരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ ഈ ഒരെണ്ണം നശിച്ചുപോയാലും മറ്റത് നിൽക്കും. ഒന്നേ ഇവിടെ ഉള്ളു. അത് ഒന്നായിരിക്കുക എന്ന് പറയുന്നത് അത്രയും ഹോസ്റ്റൈലായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിനകത്താണ് ഈ ഒന്നായ അനുഭവം ഉണ്ടായത്. ഇപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെട്ടു പോകാവുന്ന, നഷ്ടപ്പെട്ടു പോകാതെ, അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ എപ്പോഴും അതിന് കോപ്പി എടുത്ത് വെക്കണമെന്ന് നമ്മൾ പഠിക്കത്തില്ല. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ പറയുന്നത്. ഒരു 2-3 കോപ്പി ഉണ്ടെങ്കിൽ കുഴപ്പം വരത്തില്ല. പറയുന്ന പ്രിക്കോഷണറി ആയിട്ട് അതാണ് ജീവിതത്തിന്റെ കോപ്പിയാണ് ആദ്യം എടുത്തത്. ഒരു ജീവി അതിന്റെ കോപ്പി എടുത്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ ആ എടുത്തത് വീണ്ടും ഒരു കോപ്പി എടുക്കാൻ പറ്റുന്ന അത്രയും അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കോപ്പി എടുത്ത് വെക്കുക എന്ന് പറയുന്ന അനുഭവം പാകപ്പെടണം. അങ്ങനെ അതെ, ആ പാകപ്പെടുന്നത്
ഇത് പിരിയാൻ കഴിയാതിരുന്ന നിമിഷം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത് പിരിഞ്ഞേനെ, കാരണം അത് എടുത്തു വയ്ക്കാനാക്കുന്നത്. പക്ഷേ ആ ഓരോ സമയത്തും ആ രണ്ടായിരിക്കുന്നത് അതിൻ്റെ ചുറ്റുപാടെന്ന് പറയുന്ന ചെറിയ വേരിയേഷൻ വരും. ഇതിന് മാത്രമല്ല, ചുറ്റുപാടിന് മാറ്റം വരും. കാരണം ഇപ്പോൾ ജീവൻ ഒരു ഏറ്റവും സൂക്ഷ്മമായ ഒരു കടലിനടിയിലുള്ള സുഷിരത്തിനകത്താണ് ഇത് രൂപപ്പെട്ടതെന്ന് നമ്മൾ അതിൻ്റെ കെമിസ്ട്രി നമ്മൾ നേരത്തെ പറയുകയൊക്കെ ചെയ്തിട്ട് നമുക്കറിയാം. അതിനകത്തുനിന്ന് വിട്ടുമാറുന്ന സമയത്ത് വെള്ളം എന്ന് പറയുന്ന ഒരു മീഡിയത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് എപ്പോഴും ചലിക്കുന്നതും അനങ്ങുന്നതുമായിട്ടുള്ളൊരു മീഡിയത്തിനകത്താണ്. അപ്പോൾ ഈ രണ്ടാകുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സാഹചര്യമാണ് രണ്ടെണ്ണത്തിനും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ അനുഭവം കൂടെ ചേർത്താണ് വീണ്ടും പിരിയുന്നത്. അതും കൂടെ നമ്മൾ അറിയണം. അല്ലാതെ ഒരിക്കലുണ്ടായ അനുഭവം മാത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ല. കോംപ്ലക്സിറ്റി വർദ്ധിക്കുന്നു എന്ന് വർദ്ധിക്കുന്നു. അതായത് ചുറ്റുപാടുകളിലുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ പുതിയതായിട്ടുള്ള അനുഭവങ്ങൾ അതിനകത്തേക്ക് പോയി അത് ഓർമ്മകളാക്കി മാറ്റി അതുകൂടി ചേർത്താണ് പകുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ പകുത്ത് കൊടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഒരു 200 കോടി വർഷമെങ്കിലും നമ്മളങ്ങനെ ഓടുന്നുണ്ടെന്നറിയണം. അപ്പോൾ ഇത് നമ്മൾ ഈ നേരത്തെ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇവിടെ കുഞ്ഞല്ല, നമ്മൾ തന്നെയാണ് തുടരുന്നത്, നമ്മൾ പിരിയാണ്. അപ്പോൾ കുഞ്ഞാകുന്നില്ല, പക്ഷേ ഉള്ള അനുഭവത്തിനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ നേരത്തെ അത് തുടങ്ങുന്ന സമയത്ത് നമ്മളിത് പറയുന്നുണ്ട്, ടച്ചും ടേസ്റ്റും എന്ന് പറയുന്ന വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രണ്ട് ഇന്ദ്രിയങ്ങളുടെ ഒരു ഉപയോഗം കൊണ്ടാണ് തുടരുന്നത് സാധ്യമാകുന്നത്. അപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായ സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് സങ്കീർണമായിട്ടുള്ള അറിവിൻ്റെ ഒരു തുടർച്ച. ആ അറിവിൻ്റെ തുടർച്ചയെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഈ പറയുന്നതെന്നൊക്കെ പറയുന്നത് നമുക്ക് ഇതുവരെയുള്ള ചുറ്റുപാടിനെ പറ്റിയുള്ള ആധുനിക ജീവികളുടെ ജീവിതത്തിനകത്ത് ഇപ്പോഴും ബാക്ടീരിയ ഉള്ളത് കാരണം കൊണ്ട് ബാക്ടീരിയകൾ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാര്യത്തിനകത്തു നിന്നാണ് നമ്മൾ പുറകോട്ട് പോയി അനുമാനിച്ചറിയുന്നത്. ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന സമയത്ത് ബാക്ടീരിയ മരിച്ചു പോവുകയും അതേസമയം അതിനകത്തുനിന്ന് ഒരെണ്ണം സർവേ ചെയ്ത് എങ്ങനെയാണ് അടുത്ത ഒന്നിനെ അത് കൈമാറ്റം ചെയ്ത് കൂടുതൽ എണ്ണത്തിന് പോകുന്നതെന്നൊക്കെ ഉള്ള നിലവാരത്തിലുള്ള അറിവുകളെ പറ്റിയുള്ള എല്ലാം നമ്മൾ വരുമ്പോഴേ ആദ്യകാലത്ത് എത്രയും സങ്കീർണമായ ജീവാനുഭവം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നില്ല എന്നും വളരെ ചെറിയ തോതിലുള്ള ചെറിയ ചെറിയ ഗുളിക രൂപത്തിലുള്ള അറിവുകളായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നതെന്നും അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മളിപ്പോൾ ഇന്ന് RNA വേൾഡ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇന്ന് നമ്മൾക്ക് DNA വേറൊരു പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി അയക്കുന്ന മെസ്സേജാണ് SMS ആണ് ശരിക്കും പറഞ്ഞ RNA. അത്രയും ചെറിയ അറിവിൻ്റെ ലോകത്തൂടെ തന്നെ ജീവൻ നിലനിന്നിരുന്നു എന്ന് നമ്മളിന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. കാരണം സങ്കീർണതകൾ വർദ്ധിച്ച ഒരു ബാക്ടീരിയ ആദ്യം ഉണ്ടാകാനൊക്കത്തില്ല, ആദ്യമേ തന്നെ ഏറ്റവും സങ്കീർണമായത് ഉണ്ടാകാനൊക്കത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വളരെ ഗ്രാജുവലായി പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാക്കിയാണ് നമ്മൾ സങ്കീർണ ഏകകോശ ജീവി എന്ന് പറയുന്ന പ്രോസസ്സാണ് പിന്നെ അങ്ങോട്ടുണ്ടാകുന്നത്. അതൊരു 200 കോടി വർഷം ഇത് ഇങ്ങനെ ഓടുന്നുണ്ട്. ഈ ഓടുന്നതെന്ന് പറയുന്നത് ആ സമയത്ത് നിലനിൽക്കുക എന്ന് പറയുന്നതിനുള്ള ഊർജം സംഘടിപ്പിച്ചെടുക്കുന്നത് ചുറ്റുപാടിൽ നിന്നുള്ള രാസവസ്തുക്കൾ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലകത്തൂടാണ് നമ്മളത് ചെയ്തിരുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ കേട്ടോ, നമ്മളവിടെ നിന്ന് തന്നെ അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ആദ്യം ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു സെല്ല്, ഒരു ഏകകോശം, അത് ഇപ്പം ഒരു ഏകകോശ ജീവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അത്? ഇതിലേക്ക് ഇങ്ങനെയായിരുന്നു ഞാനെന്ന് ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ ബാക്ടീരിയകളൊക്കെ താടിക്കും കൈ കൊടുത്ത് ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് കണിശമായിട്ട് ആലോചിച്ചു. സംശയമൊന്നുമില്ല, അത്രത്തോളം സങ്കീർണമാണ് ഇന്നത്തെ. അപ്പം അത്രയും സങ്കീർണമായ കോശങ്ങളാണ് ഉണ്ടാകുന്നത്. ആ സങ്കീർണതകളെന്ന് പറയുന്നത് ഈ അറിവ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഈ RNA എന്ന് പറഞ്ഞ വളരെ ചെറിയ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത് പോലെ തന്നെ RNA തന്നെയായിരുന്നു അതിന് കേന്ദ്രത്തിൽ നിന്നിരുന്നതായിട്ടാണ് നമ്മൾ ഇന്ന് അസ്യൂം ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനേക്കാളും മെച്ചപ്പെട്ട ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അറിവിൻ്റെ ഘടകമായ DNA വരുമ്പോഴാണ്
അതിലേക്ക് മാറുകയാണ്. ഇന്നിപ്പം നമുക്കറിയുന്ന ഒരു DNA അല്ലാത്ത ഒന്നും തന്നെ ഇന്ന് ഈ പറയുന്ന കോശത്തിൻ്റെ കേന്ദ്രത്തിലില്ല. പക്ഷെ അതിന് മുന്നൊരു ലോകം ഉണ്ടായിരുന്നു എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് മാത്രമേ, കാരണം DNA എന്ന് പറയുന്നത് വളരെ വികസിച്ച അറിവിൻ്റെ ശേഖരണമാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും സങ്കീർണമായ കോശം ആദ്യം ഉണ്ടാകാൻ കഴിയില്ലെങ്കിൽ നമുക്കിതെങ്ങനെയാണ് ഇവിടെയാണ് എപ്പോഴും ഇത് ആദ്യം ഏതെന്നുള്ള ചോദ്യം എപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ DNA ഉണ്ടെങ്കിൽ DNAക്ക് ആദ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമുണ്ട് നമുക്ക്. അപ്പം നമ്മുടെ ഈ ആദ്യം അവസാനം എന്ന് പറയുന്ന രീതിയിലല്ലാതെ മനുഷ്യൻ്റെ അറിവിന് ആദ്യമേ ഉള്ളൂ. അറിവായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴിടുന്ന ആദ്യങ്ങളെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. പിൽക്കാലത്ത് ഇതെന്തുകൊണ്ട് ഇത് ആദ്യമായാൽ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്ന അപ്പോഴാണ് പുറകോട്ട് പോയിട്ട് അതിൻ്റെ പഴയ സാഹചര്യങ്ങളെ എടുത്ത് പരിശോധിക്കാൻ ബാധ്യത വരുന്നത്. അപ്പോൾ അങ്ങനെ സങ്കീർണമായ ഏകകോശ ജീവികളായിട്ട് വർഷങ്ങൾ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർണമായ ഏകകോശ ജീവികളെന്ന് പറയുമ്പം ചുറ്റുപാടുമുള്ള കെമിസ്ട്രിക്കകത്തുനിന്നും സൂര്യപ്രകാശത്തിനകത്തുനിന്നും ഊർജം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന ആദ്യത്തെ ജീവികളാണ് നമുക്കൊരു അറിവിന് നമുക്കിപ്പോഴും പരിചിതമായ ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് നമുക്ക് കാണുന്നത്. പക്ഷേ അതിനു മുമ്പ് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം എടുക്കാൻ കണ്ടെത്തുന്നത് ഒരു പിൽക്കാല അറിവാണെന്ന് നമ്മൾ അറിയേണ്ടത്. പക്ഷേ ഇപ്പം നമുക്ക് അത് ആദ്യത്തേതാണ്. സൂര്യപ്രകാശത്തിനാവണമെന്നില്ല, പറ്റില്ല. കടലിനടിയിലാണ്. ഇത്രയും അവിടെയാണ് നമ്മൾ ഉണ്ടാകുന്ന അവിടുത്തെ ഊർജ സംഭരണം എന്ന് പറയുന്നത് അവിടുത്തെ അഗ്നിപർവ്വതത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന കെമിസ്ട്രിക്കകത്തുനിന്ന് മാത്രമേ അത് കഴിയുമായിരുന്നുള്ളൂ. ചൂടും പറയുന്ന ചൂടും അതിനകത്തു നിന്നുണ്ടാകുന്ന കെമിസ്ട്രിക്കൽ ബോണ്ടിനകത്തൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജമേ നമുക്കന്ന് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ജീവികളിൽ നിന്നാണ് സൂര്യനിൽ നിന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും എന്ന് കണ്ടെത്തുന്ന വലിയൊരു കണ്ടുപിടുത്തമാണ്. ആ കണ്ടുപിടുത്തം ആണ് ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. എന്നാൽ ഭൂമിയെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തമാണ്. ഈ വളരെ ചെറിയ എന്നാൽ ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിനകത്തെ സൂക്ഷ്മജീവികളെ പറ്റിയാണ് പറയുന്നത്. ഫോട്ടോസിന്തസിസ് ഇപ്പോൾ ചെടിയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടർച്ച മാത്രമാണ്. സൂക്ഷ്മജീവികളുടെ ലോകമാണ്. അപ്പോൾ കടലിലൊക്കെ പച്ച നിറം വരുന്ന നിലവാരത്തിൽ വരുന്നത് ഈ സൂക്ഷ്മജീവികൾ. അതൊക്കെ വളരെ ഉയർന്ന ജീവികളാണ് പ്ലാങ്ക്ടൺസിൻ്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ ആ പ്രോസസ്സിനെ പറ്റി മാത്രം ഇപ്പം നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ പേരിട്ട് വിളിക്കുന്ന ജീവികൾ അന്നേ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ മനസ്സിലാക്കലിൻ്റെ ഒരു ഫ്രെയിം അതിനകത്ത് അപ്പം അപ്പം സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സംഭരിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയതോടെ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കി കുറച്ചുകൂടെ സങ്കീർണമായ ജീവിയായിട്ട് മാറാനായിട്ട് കഴിയുന്ന ഒരു കാലയളവാണ് പിന്നെ ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷം ആ ഒരു പ്രോസസ്സിൽ ഭൂമിയെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന നിലവാരത്തിൽ ഈ പ്രോസസ്സ് വരുന്നുണ്ട്. ജീവൻ്റെ സാന്നിധ്യം കൊണ്ട് ഭൂമിയിൽ വന്ന മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു സൈഡ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോശം എന്ന് പറയുന്നത് സങ്കീർണമായി മാറുക എന്ന് പറയുന്ന അറിവ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനകത്ത് ഈ പുതിയ സാഹചര്യത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും വീണ്ടും അടുക്കി വെച്ചിട്ട് വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇതിനകത്ത് ഏതാണോ പ്രധാനമായി ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന കണ്ടെത്തലാണ് പിന്നെ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു പ്രദേശത്ത് ജീവിക്കാൻ പഠിക്കുമ്പോഴും ഈ നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഭൂമി എന്ന് പറയുന്നത് ഇവിടെ വെള്ളത്തിലാണ്. അപ്പോൾ അത് വെള്ളം മൂവ് ചെയ്യുന്ന അനങ്ങുകയും തിരിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്തായത് കാരണം കൊണ്ട് ചൂടുള്ളിടത്തു നിന്ന് തണുപ്പുള്ളിടത്തേക്കും ചൂടുള്ളിടത്തേക്കും വെള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് മുകളിലേക്കും ഒക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൻ്റെ മാറ്റത്തിനനുസൃതമായി നമ്മൾ ഈ കോശങ്ങൾക്ക് മാറാൻ ബാധ്യതയുണ്ട്. അപ്പം അതിനനുസരിച്ച് യോജിച്ച തന്ത്രങ്ങൾ ഉപയോഗിച്ച് സർവൈവ് ചെയ്യണം. പുത്തൻ സാഹചര്യങ്ങളിലെ പുത്തൻ അറിവുകളോട് അഡാപ്റ്റേഷൻ ചെയ്ത് ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമാക്കി ഇണക്കിയുമാണ് ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഈ നടക്കുമ്പോൾ സങ്കീർണതകൾ വർദ്ധിക്കുക എന്ന് പറയുന്നതാണ് ഒരു 100-200 കോടി വർഷത്തെ വലിയൊരു പ്രോസസ്സ്. അപ്പോൾ ഇതിനകത്ത് ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജമെടുക്കുന്നു എന്നും ചുറ്റുപാടിൽ നിന്ന് ഊർജ്ജമെടുക്കുന്നു എന്ന് പറയുമ്പോൾ
ജീവികൾ ഇത് ഞാൻ ഏകകോശ ജീവികളെ അന്നുള്ളെന്ന് ഓർക്കണം, അല്ലാതെ വേറെ ജീവികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ജീവികൾ ഉണ്ടെന്നല്ല. ഇതാ ജീവികളെന്ന് പറഞ്ഞാൽ ഈ ഏകകോശ ജീവികളെ തന്നെയാണ് ഈ പറയുന്നത്. അത് ഒരെണ്ണം ഒന്നിനെ ആഹരിക്കാൻ പറ്റും എന്ന് കണ്ടെത്തുന്നത് ഇതുപോലെ ഭയങ്കര ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സംഭരിക്കാൻ കഴിയുന്ന ഒരാൾ സംഭരിച്ച ഊർജം അയാൾ ആഹരിക്കുന്നതിലൂടെ മറ്റൊന്നിനെ എന്ന് പറഞ്ഞാൽ ഒരു കോശം മറ്റൊന്നിനെ എൻഗൾഫ് ചെയ്യും, ഇങ്ങനെ അങ്ങ് കൂട്ടി അതിനകത്തേക്ക് അങ്ങ് ആക്കി അതങ്ങ് ആഹാരമാക്കി മാറ്റാൻ പറ്റുമെന്ന് ഒന്നൊന്നിനെ പിടിച്ചു തിന്നുക എന്ന് പറയുന്ന ആദ്യത്തെ സംഭവം ഈ ഏകകോശ ജീവികളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അതൊരു ഇതുപോലെ നമ്മൾ പറഞ്ഞാൽ ലോകം മാറ്റിക്കളഞ്ഞ ഒരു കണ്ടുപിടുത്തമാണ്. പക്ഷെ ഭയങ്കര നമുക്ക് ഇന്ന് സങ്കടകരമായി അനുഭവിക്കാവുന്ന ഒരു സംഭവമാണ് ഒന്നൊന്നിനെ തിന്നുക എന്ന് പറയുന്ന ഈ കണ്ടെത്തൽ. പക്ഷെ ആ ഒരു മത്സരത്തിലാണ് അവിടെ ജീവിക്കാൻ എളുപ്പമായ ഒരു അത് എങ്ങനെ സംഭവിച്ചു, അതൊരു എന്താ പറയണ്ടേ, അതിനെ ആഹരിച്ചാൽ എളുപ്പമാകുമെന്ന് കണ്ടെത്തിയത് കൊണ്ടാകണമെന്നില്ല. ആക്സിഡൻ്റലായിട്ടൊക്കെ പലതരത്തിൽ. കാരണം ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലെയാണല്ലോ ഈ ഇരിക്കുന്നത്. അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന സമയത്ത് മറ്റൊന്ന് അതിനകത്തായി പോവുകയും തമ്മിൽ ചേർന്ന് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും ഇത് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ആ ഒരു പ്രക്രിയ വളരെ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഒന്നൊന്നിനെ ആഹരിക്കുന്നതിനുള്ള ലോകങ്ങളാണ് പിന്നെ ഉണ്ടായത്. അപ്പം അന്ന് തൊട്ട് ഇരയും ആഹാരി എന്ന് പറഞ്ഞാൽ പ്രഡേറ്ററും പ്രേയും എന്ന് പറയുന്ന ഡിവിഷൻ സത്യത്തിൽ ഈ ഏകകോശ ജീവികളുടെ കാലത്ത് തന്നെ ആരംഭിക്കുന്നു. അപ്പം ഒന്നൊന്നിനെ ഉള്ളിലാക്കി ആഹരിച്ച് കളയുന്നതിന് തടയാനുള്ള തരത്തിലുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഒന്ന് ആഹരിക്കപ്പെട്ട്, അപ്പോൾ അതിൻ്റെ ഈ പുറത്തെ തൊലിക്ക് കട്ടി വരുത്തുന്ന നിലവാരത്തിലോ ഒക്കെയുള്ള മെക്കാനിസങ്ങൾ വികസിപ്പിച്ചാണ് ഒന്നൊന്നിനെ ആഹരിക്കാതിരിക്കാൻ വേണ്ടി ചെറുക്കാനുള്ള മെക്കാനിസങ്ങളൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. ആ വികസിപ്പിക്കുന്നതിൻ്റെ ഒരു കാലഘട്ടമാണ് പിന്നുള്ളത്. അതിലേതോ ഒരെണ്ണം ആഹരിക്കപ്പെടാതെ അകത്തായി ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതായത് ആഹരിച്ചു പക്ഷേ ഡൈജസ്റ്റ് ചെയ്യത്തില്ല. ഡൈജസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള സകല പണിയും ഇതിന് അതിൻ്റെ ചുറ്റുപാടും ബലപ്പെടുത്തുന്ന വഴി കഴിഞ്ഞു പോകുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു കോശത്തിനുള്ളിൽ വേറൊരു കോശം ഉള്ളതായ രീതിയിൽ തുടരാൻ തുടങ്ങി. രണ്ടും ഒന്നിച്ചായപ്പം അത് ഒന്ന് രണ്ടാകുക എന്ന് പറഞ്ഞ പ്രക്രിയയാണല്ലോ തുടർച്ച നടത്തിക്കൊണ്ടിരുന്നത്. വീണ്ടും ഇത് ഒന്ന് രണ്ടായപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് രണ്ടാകുക എന്നുള്ളതാണ് ചെയ്തത്. അങ്ങനെ ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്നും കൂടെ ചേർന്നിട്ടുള്ള സങ്കീർണ ഏകകോശമാണ് പിന്നുണ്ടാകുന്നത്. അത് പിരിയുമ്പോൾ ഈ ചേർന്ന് വന്ന ജീവിയുടെയും പകുതി അതും തുടരുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ്. അപ്പോൾ ഒന്നിച്ച് രണ്ടായിട്ടിരുന്നിട്ട് സങ്കീർണ ഏകകോശ ജീവി സ്പ്ലിറ്റായി രണ്ടാകുമ്പോൾ സങ്കീർണ ഏകകോശ ജീവികളായിട്ടാണ്. അതെ, ഇത് രണ്ടും ഒരുപോലെ. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ജീവിയായി പിന്നെ അങ്ങോട്ട് തുടരുന്നുണ്ട്. അങ്ങനെയാണ് സങ്കീർണത വർദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഇന്ന് നമ്മൾ കോശങ്ങളെ പറ്റി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും കുറച്ച് ജീവികളെ പറ്റി പറയും. ഗോൾഗി ബോഡി എന്ന് പറയും. അതുപോലെ ATP ഉണ്ടാക്കുന്ന മിറ്റോകോൺട്രിയ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് പഴയ കാലത്തെ കൊച്ചു ജീവികൾ തന്നെയാണ്, ആഹരിക്കപ്പെട്ട ജീവികളാണ്. നമ്മൾ മൈറ്റോകോൺട്രിയ എന്നൊക്കെ പറയുമ്പോൾ സെല്ലിന്റെ ഒരു പാർട്ടായിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ സത്യത്തില് അവർ ആദ്യ കാലത്തെ കൊച്ചു ബാക്ടീരിയകളാണ്. അവര് ഇതിനകത്ത് കയറി ഇന്നിപ്പം അവർ രണ്ടുപേരെയും എടുത്തു മാറ്റും. ഗോൾഗി ബോഡിയെയും ഈ മിറ്റോകോൺട്രിയയും എടുത്തു മാറ്റുമെങ്കിൽ നമ്മുടെ സെല്ല് വർക്ക് ചെയ്തില്ല. അത്രയും തമ്മിൽ ഒന്നിച്ച് ചേർന്ന് പോയ ജീവികളാണ്. അങ്ങനെയാണ് സങ്കീർണത വർദ്ധിച്ചത്. എങ്ങനെയാണ് ഈ സങ്കീർണത വർദ്ധിച്ചതെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അനുഭവജ്ഞാനത്തിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യത്തിലുള്ള അനുഭവജ്ഞാനത്തിൻ്റെ അറിവ് നമ്മൾ DNA-യിലും അല്ലെങ്കിൽ RNA-യിലും സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ പറയുന്ന വ്യത്യസ്തമായ ജീവികളുടെ കഴിവുകളെ ഒന്നിലേക്ക് തന്നെ കൊണ്ടുവന്ന് സങ്കീർണ ഏകകോശ ജീവികളായി നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സങ്കീർണ ഏകകോശ ജീവികൾ
അങ്ങനെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് അതൊരു പഠിച്ചതാണോ എന്നുള്ളതും നമുക്ക് വേറൊരു വഴിയില്ലാതെ പഠിച്ചു പോയതാണോ എന്ന് പറയുന്നത്, അങ്ങനെ സംഭവിച്ചു പോയതാണോ എന്ന് നമ്മൾ കാണേണ്ട ഒരു സ്ഥലമുണ്ട്. അതിന് ശേഷമാണ് രണ്ടുപേര് ചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന ഒരു സ്ഥലം. കൂടെ പോകുന്ന ആള് ഇത് അകത്ത് പോകുന്നില്ല. നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യും, ഒരു അസോസിയേഷൻ കൂടെ നിൽക്കുന്ന ആളിൻ്റെ കയ്യെ പിടിച്ച് അങ്ങോട്ട് പോകത്തില്ലേ? അപ്പോൾ കയ്യെ പിടിച്ച നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിട്ടുപോയി, അവിടെ കഴിഞ്ഞിട്ട് വിടാൻ പറ്റും. പക്ഷെ രണ്ടുപേര് ചേർന്ന് അപ്പുറം കടക്കാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേർക്ക് ഒരു ദിശയിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചേർന്ന് പോകുന്നത് നല്ലതാണെന്ന് കണ്ടെത്തുന്ന ഒരു ഇതുപോലൊരു വലിയ കണ്ടുപിടുത്തമാണ്. അപ്പോൾ രണ്ടുപേര് ചേർന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളെ വേറൊരെണ്ണം പിടിക്കാൻ വരുന്ന പാർട്ടി വരുമ്പം രണ്ടുപേരും കൂടെ ചേർന്നിട്ട് വലിയൊരാളായിട്ടിരിക്കുവാണല്ലോ. അപ്പം അതിന് ഒന്നിച്ച് പിടിക്കാൻ പറ്റത്തില്ല. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ട് അപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒന്നിച്ച് നടക്കുന്നത് നല്ലതാണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് അത് മറ്റേത് ആന്തരികമായി ചേർന്ന് പോയ രീതിയിൽ നിന്ന് ഭിന്നമായി രണ്ടുപേര് ചേർന്ന് ജീവിക്കാൻ പറ്റും എന്ന്, അത് നമ്മൾ ഈ കൈപിടിച്ച് നടക്കുന്നവർ തമ്മിൽ കൈപിടിച്ച് നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വരുന്നത്? ഒരാൾ അങ്ങോട്ട് ഓടുമ്പോൾ മറ്റേ ആൾ മറുവശത്തോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. കോർഡിനേഷൻ വേണം, കോർഡിനേഷൻ. അങ്ങനെയാണ് രണ്ടുപേര് ചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നതിനകത്ത് പരസ്പരം കമ്മ്യൂണിക്കേഷൻ്റെ പുത്തൻ വഴികൾ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നത് അപ്പോഴാണ്. പരസ്പരം ഒരു ധാരണ രൂപപ്പെടേണ്ട ആവശ്യം. ആ ധാരണ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന്, ഓടാൻ പോവുകയാണ് എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പുറത്തുള്ള ആളിൻ്റെ കയ്യിലൊന്ന് ഞെക്കുമെങ്കിലും വേണം. ഞാൻ ഓടാൻ പോവുകയാണെന്ന് ഞാനൊരു വലിക്കണം. ആ വലിക്കുന്നത് പോലുള്ള ഒരു ഇൻഫർമേഷൻ അപ്പുറത്തോട്ട് കൊടുക്കുക എന്ന് പറയുന്നതിന് പുതിയ വഴികൾ അന്വേഷിക്കുന്നത് വഴിയാണ് പുതിയ സിസ്റ്റങ്ങൾ ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ രണ്ടുപേര് ചേർന്ന് ജീവിക്കുന്നത് പലതരത്തിലുള്ള അഡ്വാൻറ്റേജ് ആണെന്ന് കണ്ടപ്പോൾ മൂന്നാമതൊരാളെ കൂടെ സംഘടിപ്പിച്ച 3 പേർ കൂടെ ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു തടി പാലം പിടിച്ചിടാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റത്തില്ലെങ്കിൽ വേറെ ആളെ വിളിക്കത്തില്ലേ? താനോടെ വാ. അപ്പോൾ രണ്ടുപേര് പിടിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ മൂന്നാമതൊരാളെ വിളിക്കത്തില്ലേ? ഇതുപോലെ പലര് ചേർന്ന് പിടിച്ചാൽ ഒരു പാലം പൊക്കാൻ പറ്റുമെന്നും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത് പോലൊരു അറിവ് ഈ രണ്ടെണ്ണം തമ്മിൽ ചേർന്നതിൽ നിന്ന് പെട്ടെന്നാണ് അത് കാണുന്നത്. അങ്ങനെ പലര് ചേർന്ന് ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒന്നിനെ ആഹരിക്കുന്ന തരത്തിലുണ്ടായിരിക്കുന്ന ജീവികളായിട്ടിരിക്കുകയാണെങ്കിൽ, ഒരു 3 പേര് ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആഹരിക്കുന്നവർക്ക് ഒരിക്കലും ഇതിനെ ആഹരിക്കാനൊക്കാത്തത്രയും വലുതാണ്. മാത്രമല്ല ഈ 3 പേരും കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ ഒന്നിച്ച് ആഹരിക്കാൻ പറ്റുമെന്നുള്ളതും വരും. ഈ തരത്തിലുള്ള യുക്തികളാണ് പിന്നങ്ങോട്ട് സങ്കീർണത വർദ്ധിപ്പിക്കുന്നതിന്. അപ്പോൾ സങ്കീർണ ഏകകോശത്തിൽ നിന്ന് ബഹുകോശം എന്ന് പറയുന്നതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഇത് മറ്റേതാ ഉള്ളിൽ പെട്ടുപോയി അതിനോട് ചേർന്ന് അതിൻ്റെ സങ്കീർണത കൂട്ടുമ്പോൾ, അതെ, അതിനുശേഷം ഈ സങ്കീർണ കോശങ്ങൾ തമ്മിൽ ബാഹ്യമായിട്ട് ചേർന്ന് അതിങ്ങനെ അപ്പോഴാണ് യൂണിറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ടുള്ള ജീവിതം ആരംഭിക്കുന്നിടത്താണ് നമ്മൾ പിന്നെ ജീവൻ്റെ സങ്കീർണത വർദ്ധിക്കുന്ന കാരണങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഇതിന് പരസ്പരം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന നീഡ് വരുന്ന സ്ഥലങ്ങൾ. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കയ്യാൽ പിടിച്ച് വലിക്കുന്നു എന്ന് പറയുന്ന ആ തരത്തിൽ. അപ്പോൾ ഇതിന് ഒരു ദിശയ്ക്ക് നീങ്ങുമ്പോൾ എല്ലാവരും അങ്ങോട്ട് നീങ്ങണം എന്ന് വരുന്ന ആ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻ്റ് ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഞാൻ അങ്ങോട്ട് നീങ്ങുന്നു എന്ന് പറയുന്ന ഒരു സിസ്റ്റം, നെർവസ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള കണക്ഷൻസ് ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള ഇന്നൊവേഷൻസും കാര്യങ്ങളുമാണ് പിന്നങ്ങോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പാണെങ്കിലും ആ ഗ്രൂപ്പിനൊരു കേന്ദ്രമില്ലാതിരിക്കുന്ന ഗ്രൂപ്പായിട്ടായിരുന്നു ആദ്യകാലത്ത് ജീവികളുണ്ടായിരുന്നത്. ഒരു കേന്ദ്രവുമില്ല. ഇപ്പോൾ ഇപ്പോഴും നമുക്ക് ജെല്ലി ഫിഷൊക്കെ എടുത്ത് നോക്കിയാൽ മതി, അതിന് ഒരു കേന്ദ്രവുമില്ല. ഒരു വലിയ കൂട്ടം, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കോശങ്ങൾ ചേർന്ന്. ഇപ്പോഴും നമുക്ക് ഇപ്പോൾ ബാക്ടീരിയ എല്ലാവരും കൂടെ ഒരിടത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ വെള്ളം വറ്റിപ്പോകുന്ന ഒരു അന്തരീക്ഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് അത് സ്വാഭാവികമായിട്ട് വെള്ളം വറ്റുമ്പോൾ ഒരിടത്തേക്ക് എത്തും. അങ്ങനെ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു വലിയ സംഘം ചേർന്ന ഒരു ജീവിയെ പോലെ അങ്ങാവും. അപ്പോൾ അവർക്ക് അതിനകത്ത് പുറത്ത്
ഉള്ളത് ചത്തുപോയിട്ടായാലും ശരി, അകത്തുള്ളവരെല്ലാം ചാകാതിരിക്കും. ഇപ്പോൾ വെള്ളം വറ്റിപ്പോയി, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയായിരുന്നെന്ന് വയ്ക്കും. ആ ജീവി വെള്ളം വറ്റിപ്പോകുമ്പോൾ പുറത്തുള്ളവർ മുഴുവൻ ചത്തുപോയിട്ട് ഇതിനൊരു ആവരണമായിട്ട് അതങ്ങ് മാറും. അകത്തുള്ള ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതെ ആ ജീവനുള്ള ജീവികൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം വരുമ്പോൾ ഇവരെല്ലാവരും വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലുള്ള കോടാനുകോടി അനുഭവങ്ങളും കോടാനുകോടി ജീവിത സന്ദർഭങ്ങളിലൂടെ ലഭിച്ചിരിക്കുന്ന പുത്തൻ അറിവുകളാണ് സങ്കീർണ ജീവികളാകാനായിട്ടുള്ള മേഖലകൾ മുഴുവൻ വികസിക്കുന്നത്. അപ്പോഴാണ് ആന്തരികമായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കേന്ദ്രങ്ങൾ രൂപപ്പെടുന്നത്. അപ്പം ഈ കോശത്തിനകത്ത് തന്നെ ഇന്ന് നമ്മളൊരു കോശം എടുത്താൽ അതിനൊരു ന്യൂക്ലിയസ് എന്ന് പറയും, അതിനൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രമൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് വർഷത്തെ പണിയെടുത്തിട്ടാണ് ആ ഒരു കേന്ദ്രം രൂപപ്പെടുന്നത്. പക്ഷേ കേന്ദ്രമില്ലാതെ ഇരിക്കുന്ന വലിയ സങ്കീർണ ജീവികളും ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായതിന് ശേഷമാണ് സങ്കീർണ ജീവികൾ കോശങ്ങളുടെ യൂണിറ്റുകളാണ്. അത് പിരിയുകയും ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിൽ യൂണിറ്റുകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരൊറ്റ ജീവിയാണെന്ന് നമുക്ക് തോന്നുന്ന നിലവാരത്തിൽ ജീവിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പലതരത്തിലുള്ള കാരണം ജീവൻ്റെയും അതിൻ്റെ സാഹചര്യത്തിനെ പറ്റിയും നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും കടുത്ത ചൂടുള്ളതും ഏറ്റവും കടുത്ത തണുപ്പുള്ളതുമായ അന്തരീക്ഷത്തിൻ്റേതായ ഒരു റേഞ്ചിനകത്തും ഈ ആഴവും മർദ്ദവും പ്രഷറൊക്കെ കൊണ്ടുണ്ടായിരിക്കുന്ന മർദ്ദത്തിന് എത്ര അതിൻ്റെ ഓരോ ചെറിയ ഒരു കൊച്ചു ജീവിയുടെ ലോകം എടുത്ത് നോക്കിയാൽ ഒരടി സ്ഥലം എന്ന് പറയുന്നതിന് ഒരു സ്ക്വയർ മീറ്ററിനകത്തെ സ്ഥലമൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ അത്രയും വലിയൊരു പ്രപഞ്ചം തന്നെയാണ് ബാക്ടീരിയക്ക്. ഈ നമ്മൾ ഒരു മീറ്റർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കടൽ പോലെ. അപ്പോൾ അത്രയും വലിയ ഒരു കാര്യം നമ്മൾ അപ്പോൾ അത്രയും വലിയ സാഹചര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് മറക്കണം. അല്ലെ നമ്മുടെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ വെച്ചിട്ട് ആലോചിച്ച് കളയരുത്. അമേരിക്കയിൽ നിന്ന് കൊടുങ്കാറ്റ് വരുന്നു എന്നുള്ള രീതിയിലല്ല, പോലൊന്നും വേണ്ട. ഈ ഒരു ചെറിയൊരു സ്ക്വയർ ഒരടി വെള്ളം ആഴവും ഒരടി പരപ്പ് ഒരടി ഉള്ളിലുള്ള വേരിയേഷൻസ് തന്നെ എന്താണ് ആഴവുള്ള ഒരു ബോഡി ഓഫ് വാട്ടറിനകത്ത് തന്നെ ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം കടൽ പോലെ ആ വേരിയേഷൻസ് ഭയങ്കരമായിട്ട് വേരിയേഷൻസ് അതിനകത്ത് തന്നെ അനുഭവിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ അക്യുമുലേറ്റ് ചെയ്ത അറിവുകളുടെ സംഘാതമാണ് സങ്കീർണ ജീവികളായി മാറുന്നതിന് കാരണമായി മാറുന്നത്. അപ്പോൾ ഈ മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിനകത്താണ് ജീവൻ്റെ ആദ്യത്തെ ആരംഭമായതുകൊണ്ട് വെള്ളം എപ്പോഴും മൊബൈലായത് കാരണം കൊണ്ട് ആ മൊബൈലായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിനകത്ത് നമുക്ക് ദിശകൾ കണ്ടെത്തേണ്ട ആവശ്യം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കോർഡിനേഷൻ ഏറ്റവും നീഡ്ഫുള്ളായിട്ട് മാറുന്നു. അതുകൊണ്ട് ഒരു ദിശയിലേക്ക് അവിടെ ആഹാരമുണ്ട് എന്ന് ആ സൈഡിലുള്ള കോശം മനസ്സിലാക്കുമ്പോൾ പുറയിലുള്ള കോശങ്ങൾക്ക് അത് അറിയണില്ല. അപ്പം അവിടേക്ക് പോകാനായിട്ട് ആയുകയാണ്, ഞാൻ അങ്ങോട്ട് ആയുകയാണ് എന്നുള്ള അനുഭവം അറിവ് ഇപ്പോഴോട്ട് കൊടുക്കുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന സാധനമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചേ പറ്റും. നൂറുകണക്കിന് സിസ്റ്റങ്ങളുണ്ട് ജീവന്. അതിൽ ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന നെർവസ് സിസ്റ്റം. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സിസ്റ്റങ്ങളെപ്പറ്റി നമ്മൾ ഇതുപോലെ പഠിച്ചേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് സങ്കീർണതകൾ വർദ്ധിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സങ്കീർണതയ്ക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യാസങ്ങളുള്ള സാഹചര്യത്തിനകത്തുനിന്ന് കിട്ടിയ അറിവുകൾ പോലെ തന്നെ മൊബൈലായിരിക്കുമ്പോൾ അതിനുവേണ്ടി വരുന്ന അറിവുകളും ഇതുപോലെ ആവശ്യമായിട്ട് വരും. അപ്പോഴൊക്കെയാണ് ഈ ഒരു നൂറുകണക്കിന് കോശങ്ങൾ ചേർന്നിട്ടിരിക്കുന്ന ഒന്നിന് ഒരു മുന്നോട്ട് എന്ന് നമ്മൾ പറയുന്നത് ഒരു പർട്ടിക്കുലർ ദിശയിലേക്ക് നീങ്ങുന്നിടത്ത് ചില 100 കോശങ്ങളും തമ്മിലുള്ള ഒരു ധാരണ വേണം. ആ മുന്നോട്ടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമുക്ക് ആഹാരം ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അപകടം ഇരിക്കുന്നിടത്തു നിന്ന് പുറകോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഒക്കെ ഉള്ളത് അവിടെ അകലാനായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും അടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കും ചില സവിശേഷതകളായ അറിവുകൾ സംഭരിച്ച് നമുക്ക് വെക്കേണ്ടി വരുന്നത് അവിടെ അങ്ങനത്തെ നേരത്തെ പറഞ്ഞല്ലേ ആയിരക്കണക്കിന് കോശങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിന്ന സമയത്ത് ഉണക്ക് വന്നാൽ പുറത്തുള്ളത് കരിഞ്ഞിട്ട് അതൊരാഭരണമായി മാറുക എന്ന് പറയുന്നത് ഒരു അറിവായി മാറും. അപ്പോൾ പുറത്തുള്ളവർ ചത്ത് മാറി തന്നെ ആവരണമാകുന്നതുകൊണ്ട്
അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ഈ വെള്ളം കുറയുന്നതനുസരിച്ചിട്ട് അങ്ങോട്ടുള്ള ആവരണത്തിന്റെ എന്താണ് കട്ടി കൂടി. ഇവിടുന്ന് കിട്ടിയ സാധനം എല്ലാവരിലും എത്തിക്കുക എന്ന് പറയുന്നത് ചെയ്യണ്ടെന്ന് തീരുമാനിച്ച് അവരെ കൊന്ന് ആവരണം ഉണ്ടാക്കുന്ന രീതിയിലും ഈ തരത്തിലുള്ള അറിവുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സങ്കീർണതകൾ വർദ്ധിച്ചതെന്നുള്ളത് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് അല്ലെങ്കിൽ വളരെ ലളിതമായി നിന്നിരുന്ന ഒരു ജീവി എങ്ങനെ സങ്കീർണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പാടായിപ്പോ. അത് ഇത്രയും സങ്കീർണമായ ഒരു പ്രോസസ്സാണ് അത്. ചുറ്റുപാടുകളായിട്ടുള്ള കോടിക്കണക്കിന് വർഷം കൊണ്ട് ചുറ്റുപാടായിട്ടുള്ള നിരന്തര കോടിക്കണക്കിന് സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കിട്ടിയ അറിവിൻ്റെ ആകത്തുകയായിട്ടാണ് ഈ സങ്കീർണതകൾ വർദ്ധിച്ചിരുന്നതെന്ന് കാണുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോശവും വേറൊരു കോശവുമായി അതിൻ്റെ ഏതിനകത്തേക്കാണ് ഉന്നം, ഏത് വശത്തേക്കുള്ള ഉദ്ദേശം, എനിക്ക് അവിടെ ഭക്ഷണമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിനക്ക് അറിഞ്ഞുകൂടാ, അത് പക്ഷേ ഞാൻ ഈ പറയുന്നിടത്ത് ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോൾ നീ എൻ്റെ കൂടെ വരണം എന്ന് പറയുന്ന ഇൻഫർമേഷൻ ഈ കോശങ്ങളിനകത്ത് ആന്തരികമായി ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെതായ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഇന്ന് പറയുന്ന നെർവ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. സങ്കീർണത വർദ്ധിക്കുന്നത് എങ്ങനെയാണ്. ഇതിനോടൊപ്പം തന്നെയാണ് ഒരു വശത്തേക്ക് പൊക്കോണ്ടിരിക്കുന്നതിന് കൂടുതൽ കഴിവുള്ള ഒരു വശം രൂപപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ജീവിക്ക് തല പോലെ എന്ന് നമ്മൾ പറയും. വേണമെങ്കിൽ അതിന് തല പോലെയാണ്, അതിന് തലയായിട്ടുള്ള ഒന്നും ഇല്ല അവിടെ. പക്ഷേ നമ്മുടെ തലയ്ക്ക് പോലെയുള്ള സങ്കീർണതയുള്ള ഒന്ന് ഈ കൊച്ചു ജീവികളിൽ, ഇപ്പോൾ ഏകകോശ ജീവി തന്നെ എടുത്താൽ അതിന് ഒരു കൈ മാത്രം നീളുന്ന പോലെ അത് ചുറ്റുപാടും എല്ലാം പോയി പരിശോധിക്കുന്ന ഒറ്റ കോശമേ ഉള്ളൂ. അതിൻ്റെ ആ സമയത്ത് മൈക്രോസ്കോപ്പിൽ ആ ജീവിയെ ഇങ്ങനെ കണ്ടാൽ ശരിക്കും പറഞ്ഞ ഒരു അരയന്നത്തിൻ്റെ കഴുത്തിൻ്റെ അത്രയും നീളം വരും. അങ്ങനെ ആ കൈ നീണ്ടു പോയിട്ട് ചുറ്റുപാടും എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒറ്റ കോശമേ ഉള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സങ്കീർണമായിട്ടുള്ള ജീവികളുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും മൊബൈലായ ഒരെണ്ണത്തിന് വന്നപ്പോഴാണ് ഒരു തലയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമാണെന്ന് കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു കേന്ദ്രം എപ്പോഴും ഒരു വശം തന്നെ ഉപയോഗിക്കുന്നത് ഇതുപോലെ വലിയൊരു കണ്ടെത്തലാണ്. മറ്റേതാണെങ്കിൽ ഇപ്പം നമ്മുടെ അമീബയുടെ ഒക്കെ ലോകത്തായിട്ട് നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏത് സൈഡിൽ വേണമെങ്കിൽ ഒരു വൃത്തത്തിൽ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും ഒരു കൈ രൂപപ്പെടാം, എവിടെ വേണമെങ്കിലും അതിന് ഒരു വാല് രൂപപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തലയേത് വാലേതെന്നുള്ള ചോദ്യം സത്യത്തിലില്ല, അങ്ങനെയുള്ളത്. പക്ഷേ ഇതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഏരിയ വികസിപ്പിക്കാൻ പറ്റൂ എന്ന് ഒരു മുൻകൈ എടുക്കുന്ന ഒരു വിഭാഗം ഒരു വശത്തായെങ്കിൽ അത് സംഭവിക്കും. അങ്ങനെ അത് മനസ്സിലാക്കണ്ടേ. അതായത് ഭക്ഷണം ഇരിക്കുന്ന സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുള്ള ഒരു ഏരിയ അങ്ങനെ. അപ്പോൾ ഭക്ഷണം അതുപോലെ തന്നെ അപകടത്തിന് തടസ്സം പിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ഇങ്ങനെയാണ് സ്പെഷ്യലൈസേഷനുള്ള വിശേഷമായ കഴിവുള്ള ഏരിയകൾ, പ്രദേശങ്ങൾ. ഈ കോശത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടുകൾ അതിനുവേണ്ടി മാറുന്നത് സംഭവിക്കുകയും ഈ അറിയുന്ന അറിവും കൂടെ ചേർന്നാണ് പിന്നെ ഡിവിഷൻ വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പുത്തൻ ആവശ്യങ്ങൾ, പുത്തൻ ഇന്ദ്രിയങ്ങളും നീഡ്ഫുള്ളായിട്ട് വരുന്ന സ്ഥലം. ഈ പറയുന്ന കോർഡിനേഷൻ്റെ പോലെ തന്നെ ആവശ്യമായിട്ട് വരുന്നതാണ്. നേരത്തെ അറിയേണ്ട ആവശ്യമുണ്ട്. ഒന്നൊന്നിനെ ആഹരിക്കുന്ന ലോകം വളരെയധികം വന്നപ്പോൾ ആഹരിക്കപ്പെടാതിരിക്കാനും ആഹാരമാക്കുന്നതിനും ഒരുപോലെ പുതിയ ഇന്ദ്രിയങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പോഴാണ് പുത്തൻ ഇന്ദ്രിയങ്ങൾ വികസിപ്പിക്കുന്നതിനും പുതിയ രീതിയിലുള്ള ഉപകരണങ്ങൾ, കയ്യ് കാല് എന്നൊക്കെ പറയുന്നതൊക്കെ രൂപപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് സവിശേഷമായി രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് വഴിയാണ് പിൽക്കാലത്ത് ഈ കൂട്ടായിരുന്ന ഒരു യൂണിറ്റായി സവിശേഷമായ മേഖലകൾ രൂപപ്പെട്ടു. അങ്ങനെയാണ് സങ്കീർണ കോശമുള്ള ജീവികളായി മാറുന്നത്. അപ്പോൾ അതിനകത്ത് എന്തിനാണ് നേരത്തെ അറിയേണ്ട ആവശ്യം? ഇതാണ് പുത്തൻ ഇന്ദ്രിയങ്ങളുടെ
യുക്തികൾ വരുന്നത് അങ്ങനെയാണ്. മുൻകൂട്ടി അറിയാം. മുൻകൂട്ടി അറിയുക എന്ന് പറയുന്നത് എന്തിനെയാണ് മുൻകൂട്ടി അറിയുന്നത്? ഇര വരുന്നുണ്ട്, അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം. ആഹാരി വരുന്നുണ്ട്, നമ്മളെ പിടിച്ചു തിന്നാൻ വരുന്നുണ്ട്, അതിനപ്പം നമ്മൾ തടയാനായിട്ട് പ്രിപ്പയർ ചെയ്യണം, രക്ഷപ്പെടാനായിട്ട്. അപ്പം ഈ നിലവാരത്തിലുള്ള ഇരയും ആഹാരിയും തമ്മിലുള്ള അവിടം തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് പുത്തൻ ഇന്ദ്രിയങ്ങൾ വികസിപ്പിക്കേണ്ട നീഡും വരുന്നത്. കാരണം നേരത്തെ അറിയേണ്ട ആവശ്യം, മറ്റേതാണെങ്കിൽ ഇമ്മീഡിയറ്റ് തൊട്ടപ്പുറം എന്ന് പറയുന്ന തരത്തിൽ മാത്രമായിരുന്നു ജീവൻ ഇരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ആഹാരം എന്ന് പറയുന്നത് ഉപ്പിൻ്റെ അംശം കലർന്നിട്ടുള്ള പലതരത്തിലുള്ള ലവണങ്ങൾ ഉള്ള കെമിസ്ട്രിയുടെ ലോകങ്ങൾ മാത്രമാണെങ്കിൽ അവിടേക്ക് ആ സൈഡ് അതിനെ പ്രോസസ്സ് ചെയ്യുന്ന യുക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന നേരത്തെ അറിയേണ്ട ആവശ്യം എന്ന് പറയുന്നത് അപകടം വരുന്നു എന്നും അല്ലെന്നുണ്ടെങ്കിൽ ആഹാരം വരുന്നു എന്നും ഉള്ളതിന് ഒരേപോലെ അപകടവും ഇര തേടുന്നതും ഇര ആഹാരിന്ന് രക്ഷപ്പെടാൻ നടത്തുന്നതും തമ്മിലുള്ള ഒരു മത്സരമാണ്. അതാണ് ഈ സങ്കീർണതകൾ വളരെയധികം വർദ്ധിക്കുന്നത്, സങ്കീർണമാക്കിയത്. നമ്മുടെ കയ്യ് കാല് എന്നൊക്കെ പറയുന്ന തല വാല് എന്ന് പറയുന്ന നിലവാരത്തിലുള്ള അവയവ രൂപീകരണത്തിനാവശ്യമായി തീർന്ന കാര്യങ്ങൾ വരുന്നത്. ഓരോ അവയവത്തിനും ഓരോ ഫംഗ്ഷനും ആ ഫംഗ്ഷന്റെ സൂക്ഷ്മത കൂടുതൽ വികസിക്കുകയൊക്കെ ചെയ്യാൻ ഇത് മുഴുവനുമാണ് പിന്നെ അങ്ങോട്ട് നടക്കുന്നത്. ഇതൊക്കെ ജീവൻ്റെ പരിണാമപരമായിട്ടുള്ള ആ നിലവാരത്തിലുള്ള ആവശ്യങ്ങളെ മുൻനിർത്തി ഇരയെ ആഹാരിയെയും വരുന്ന സമയത്താണ് നമുക്ക് ആദ്യത്തെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറിവ് തരുന്ന എന്താണ് ഈ സെൻസസ്, ഈ ഇന്ദ്രിയങ്ങളെ ഭിന്നമായി ദൂരെ കൂട്ടി അറിയുക എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾ വികസിക്കുന്നത്. അപ്പോൾ ഒരു ജീവിയുടെ ശരീരത്തിനകത്തു നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന അവശിഷ്ടങ്ങൾ, അതിൻ്റെ ഇപ്പം നമ്മൾ പുലിയുടെ കാൽപ്പാട് കണ്ടിട്ട് പുലി നേരത്തെ പോയി എന്ന് കണ്ടെത്തുന്ന പോലെയോ, അല്ലെന്നുണ്ടെങ്കിൽ ആട്ടും കാട്ടം കിടക്കുന്ന കണ്ടിട്ട് നമ്മൾ ആടിതിലേ പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തി അതിൻ്റെ പുറകെ പോകുന്നത്. ആനപ്പിണ്ടം കണ്ടിട്ട് ആന ഇന്നലെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് പോയതുള്ളൂ, അത് ആനപ്പിണ്ടം ഇപ്പോഴും വേണ്ട ആവി വരുന്നുണ്ട് എന്ന് പറയുന്നത് പോലുള്ള ഇൻഫർമേഷൻസിനെ കണ്ടെത്തിയിട്ട് ആഹാരിയെയും ഇരയെയും ഒരേപോലെ തിരിച്ചറിയാനായിട്ട് ഈ രണ്ട് മെക്കാനിസം ഉപയോഗിക്കുക എന്ന് പറയുന്നതിനുള്ള സെൻസസാണ് പിന്നെ വികസിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ പിന്നെ പിൽക്കാലത്തുണ്ടായ പ്രധാന ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ഒന്ന് മൂക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അവശിഷ്ടങ്ങൾ തൊലിയിൽ വന്ന് പറ്റി ഓക്കെ ഇത് നമ്മളെ ആഹാരമാക്കുന്ന ആളാണ്. ഒരു പ്രോസസ്സിങ്ങും കൂടെ നടക്കുന്നുണ്ട്, ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്ത് അതാ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഈ തൊലിയിൽ വന്ന് മുട്ടുമ്പോൾ ആ മുട്ടിയ സാധനത്തിൽ നിന്ന് എന്താണ് ആ പുറത്തുള്ളത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുന്നത്, അതാണ് സെൻസസ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ തൊട്ടറിയുക എന്ന് പറഞ്ഞാൽ തൊലി തന്നെയാണ് ഈ ഒരു കോശത്തിൻ്റെ സർഫസിലാണ് ഇതെല്ലാം സംഭവിച്ചത്. പക്ഷേ പല കോശങ്ങൾ ചേർന്ന് ജീവിക്കുമ്പോഴും അതിലെല്ലാം കൂടെ ചേർന്ന ഒരു ആവരണം തന്നെയാണ് വീണ്ടും ഉള്ളത്. അപ്പോൾ അതിന് സവിശേഷതകൾ രൂപപ്പെടാൻ തുടങ്ങിയ നേരത്തെ പറഞ്ഞല്ലോ സ്പെഷ്യലൈസേഷൻ, മുന്നോട്ട് യാത്രയ്ക്ക് വേണ്ടി ഒരു തലരൂപപ്പെടുത്തണമെന്ന് അറിയുന്നത് പോലെ തന്നെയാണ് ഈ ഇന്ദ്രിയങ്ങൾ. അപ്പം അതിൽ നമുക്ക് കാണാവുന്ന ഒന്നാണ് ഒരു അവശിഷ്ടം, മറ്റൊന്നിൻ്റെ അവശിഷ്ടമായിരിക്കുന്നത് വന്ന് പറ്റുമ്പോൾ ചുറ്റുപാടിനെ പറ്റി അറിയാൻ കഴിയുന്ന നിലവാരത്തിലുള്ള കോശങ്ങൾ രൂപപ്പെടും. അപ്പം ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് മൂക്കെന്ന് പറയുന്നത് വളരെയധികം വികസിച്ചതായ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ മൂക്കിനെ പറ്റി പറയുന്നത്. ഒരു പൂമ്പൊടി പറന്ന് വന്ന് മൂക്കി വീഴുമ്പോഴാണല്ലോ നമ്മൾ പറയുന്നത് അവിടെ ഒരു പൂ നിൽപ്പുണ്ട് എന്ന് പറയുന്നത്. ആ പൂമ്പൊടി വീഴണം, മണം കിട്ടണം, മണം കിട്ടണം. അപ്പോൾ അത് നമ്മുടെ മൂക്കിൻ്റെ തൊലിയിലെ ആ സവിശേഷമായ മേഖലയിൽ വന്ന് പതിക്കുന്ന സമയത്ത് അതുപോലെ തന്നെയാണ് ഈ മറ്റ് ജീവികളുടെ ഇതുപോലുള്ള പൊടി പോലത്തെ സാധനങ്ങൾ, അവശിഷ്ടങ്ങൾ, ചത്തുപോയ കോശങ്ങളുടെ അവശിഷ്ടമാകാം, അല്ലെന്നുണ്ടെങ്കിൽ അത് പുറന്തള്ളിയ എക്സ്ക്രീഷൻ, നമ്മൾ മലങ്ങൾ പുറത്തേക്ക് തള്ളിയതിൻ്റെ അവശിഷ്ടമാകാം മറ്റൊന്നിനെ കണ്ടെത്താനായിട്ട് അത് ഉപയോഗിക്കുന്നത്. ആ നിലവാരത്തിലെ മോളിക്യൂൾസ് എന്ന് പറയുന്ന വളരെ ഏറ്റവും ചെറിയ തന്മാത്രകൾ ഉപയോഗിച്ച് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ഓക്കെ ഈ പാർട്ടി ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന മെക്കാനിസങ്ങൾ വികസിപ്പിക്കുന്നതിനകത്ത് ഒരെണ്ണമാണ് നമ്മുടെ മൂക്കെന്ന് പറയുന്നത്. അതേപോലെ ഇന്ന് എന്ന് പറഞ്ഞാൽ മൂക്ക് എന്ന് നമ്മുടെ ഈ മൂക്കിലല്ല പറയുന്നത്, അതിൻ്റെ ഒരു തുടക്കത്തിലെ ഒരു
രൂപം നാസേന്ദ്രിയം എന്നാണ് നമ്മൾ സംസ്കൃതത്തിൽ പറഞ്ഞത്. സ്മെൽ എന്ന് പറയുന്ന സാധനം. അതേപോലെ തന്നെയാണ് ശബ്ദം പിന്നീട് ഉപയോഗിക്കുന്നത്. മറ്റേത് ടച്ചും ടേസ്റ്റും മാത്രമേ ഒരു ബാക്ടീരിയ ലെവലിൽ കാണുകയുള്ളൂ. അത് കഴിയുമ്പോഴാണ് ദൂരെ കൂട്ടി അറിയേണ്ട ആവശ്യം വരുന്നത്. ഈ പറയുന്ന പ്രേയും പ്രഡേറ്ററും ഇരയും ആഹാരിയും ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അങ്ങനെ ഉണ്ടായത് വരും. അപ്പോൾ അവിടെ നിന്ന് ദൂരെയുള്ളത് അറിയുക എന്ന് പറയുന്നതിനകത്ത് ഒരു വസ്തു വന്ന് തൊടുന്നതിനേക്കാളും മുന്നേ അറിയാനായിട്ട് കഴിയും ശബ്ദത്തിൻ്റെ വീജികൾ. അപ്പോൾ ഒരു വെള്ളത്തിലായാലും വായുവിലായാലും ആ ഒരു ജീവി മൂവ് ചെയ്തതിൻ്റെ ശബ്ദം അതിനകത്തൂടെ കടന്നു വരുന്ന, അത് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്ന നമ്മുടെ ഇതേ തൊലിയിൽ തന്നെ ഉണ്ടാകുന്ന സവിശേഷമായ ഒരു മെക്കാനിസമാണ് പിൽക്കാലത്ത് ചെവിയായി മാറുന്നത്. അപ്പോൾ കേട്ടറിയുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയതാണ് കണ്ണ്, വെളിച്ചം എന്ന് പറയുന്നത്. അത്രയും സ്പീഡുള്ള മറ്റൊരു ഇൻഫർമേഷനുമില്ല. അപ്പോൾ ഒന്നിൽ നിന്ന് വെളിച്ചം തട്ടി വരുന്നത് തിരിച്ചറിയാനായിട്ട് കഴിയുമ്പോൾ കണ്ണെന്ന് പറയുന്നതാണ് ഏറ്റവും സ്പീഡുള്ള, ഏറ്റവും മുൻകൂട്ടി അറിയാനായിട്ടുള്ളത്. ഒരു കണ്ണ് കാണാത്ത ഒരാളും കണ്ണ് കാണാവുന്ന ഒരാളും ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരാൾ കണ്ണ് കാണുന്ന ആൾ പറയും ദാ പ്ലെയിൻ വരുന്നു എന്ന് പറയും. അപ്പോൾ മറ്റേ ആൾ ചെവി വട്ടം പിടിച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ല, ചുമ്മാ നീ വെറുതെ പറയാതെ. ഇച്ചിരി കഴിഞ്ഞിട്ട് അയാൾക്ക് ശബ്ദം കേൾക്കാം. നീ ഇതെങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് കണ്ണുണ്ട്, നമുക്ക് ദൂരെ കാണാം. അപ്പോൾ ദൂരെ അറിയുക എന്ന് പറയുന്നതാണ് ഈ അവസാനത്തെ 3 ഇന്ദ്രിയങ്ങൾ. 3 ഇന്ദ്രിയം എന്നല്ല, പല ഇന്ദ്രിയങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ദൂരെ അറിയുക, എത്രത്തോളം മുൻകൂട്ടി അറിയുക, എത്രത്തോളം ദൂരെ അറിയുക എന്ന് പറയുന്നതാണ് ഭാവിയായിട്ട് മാറുന്നത്. വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ മുൻകൂട്ടി അറിയുക എന്ന് പറയുന്നത്, മുൻകൂട്ടി അറിയുക എന്ന് പറയുന്നത് ഭാവി അറിയുന്നത്. ജീവന്റെ വികാസം എത്രയും നേരത്തെ ഭാവി അറിയാനായിട്ട് ആർക്ക് കഴിഞ്ഞോ അവർ കൂടുതൽ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലുള്ളവരും മാറും. അപ്പോൾ ഇര കിട്ടാനും ആഹാരിയെ ചെറുക്കാനും ഉള്ള ഒരേപോലത്തെ കഴിവ് നേരത്തെ അറിയുക എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോഴാണ് കണ്ണ് വന്ന ജീവികൾ എങ്ങനെയാണ് മറ്റുള്ളതിനെല്ലാം മറികടക്കുന്നവരായിട്ട് മാറുന്നതെന്നുള്ളത്. ഇപ്പം നമ്മളൊക്കെ തന്നെ കണ്ണാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം കണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത് ഈ ഇന്ദ്രിയങ്ങളുടെ വികാസങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് വഴിയാണ്. നേരത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ഭാവി അറിയുക എന്നുള്ളത്, അങ്ങനെയാണത്. അപ്പോൾ ദൂരേന്ന് ഒരു ഒരു കടുവ വരുന്നു എന്നൊരു മാൻ കാണുന്നുണ്ട്, അതിന് അപ്പോഴേ ഓടിപ്പോകാൻ പറ്റും. അപ്പം നേരത്തെ അറിയുക എന്ന് പറയുന്നത് ജീവൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രത്തിലുള്ള ഒരു സംഭവമാണ്. ഇപ്പം ബാക്ടീരിയ ലെവലിൽ ആദ്യകാലത്താണെന്നുണ്ടെങ്കിൽ നേരത്തെ അറിയുക എന്ന് പറയുന്ന ഒരു സംഭവം ഒരു നീഡില്ല. കാരണം ആരെയും ഒന്നും ചെയ്യുന്നില്ല. അവർ ആകാശത്തു നിന്ന് സൂര്യപ്രകാശത്തു നിന്ന് എനർജി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ കെമിസ്ട്രിയിൽ നിന്ന് എനർജി ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു നീഡേ ഇല്ല. എന്തുകൊണ്ട് സങ്കീർണതകൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലായാലേ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഒരു ഏകകോശം കൊണ്ട് എന്നും ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എളുപ്പം ജീവിക്കാനായിട്ട് ആലോചിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന സൂത്രപ്പണികൾ പലതും നമ്മൾ വികസിച്ച് ജീവൻ സങ്കീർണമായ ലോകത്തേക്ക് വികസിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ തവണയും കിട്ടിയിരിക്കുന്ന അനുഭവജ്ഞാനത്തിനെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഈ പ്രക്രിയയാണ് അതുവരെ 2ആയി മാറുക എന്ന് പറയുന്നത്. അത് 1000 പേര് ചേർന്നാലും അത് 2ആയി 1000 പേരിൻ്റെ നേർപകുതിയായിട്ട് അപ്പുറത്തോട്ട് മാറുക എന്ന് പറയുന്ന മെക്കാനിസങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ. അപ്പോൾ ഈ ഡിവിഷൻ ഒരിക്കലും നമ്മൾ നിർത്തിയിട്ടില്ല. തുടങ്ങിയ കാലം തൊട്ട് കണ്ട് ഇപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ നോക്കിയാൽ നമ്മളെപ്പോലെ വളരെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളുണ്ടായാലും ശരി, ഒരു ഒറ്റ മുട്ട 2ആയി 4ആയി 8ആയി 16ആയി ഇങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴും ആ അറിവും ആ പ്രക്രിയയും നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സങ്കീർണമായ പലതരത്തിലുള്ള കോശങ്ങളെ സവിശേഷമായി
വികസിപ്പിച്ചെടുത്ത് ഒരു ദിശയിലേക്ക് നീങ്ങാൻ പറ്റും എന്ന് കണ്ടെത്തുന്ന മെക്കാനിസങ്ങൾ ഉപയോഗിക്കുന്ന അത് വഴിയാണ് നമ്മൾ ഇന്ന് പറയുന്ന ഒരു തല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുഖം എന്നൊക്കെ പറയുന്നത് ഉണ്ടാകുന്നത് ഒരു ദിശയിലേക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് പോകുന്നത് നല്ലതാണ് എന്ന് കണ്ടെത്തി വികസിപ്പിച്ചത് വഴിയാണ് തലയൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ ആദ്യകാലത്തെ കോശങ്ങളെ എടുത്തു നോക്കിയാൽ കൈ നീട്ടി എടുക്കുന്ന പോലെ കൈയൊന്നുമില്ല, ഒറ്റ തൊലി മാത്രമായിരുന്നു. അതിന് സവിശേഷമായിട്ടാണ് നമ്മൾ ഈ കയ്യുമൊക്കെ ഉണ്ട്. വെള്ളത്തിനകത്തെ മൊബൈലായിട്ടിരിക്കുന്നതിന് കയ്യും അതുപോലെ ചിറകും കാലും ചിറകും എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ആദ്യത്തെ ഈ കൊച്ചു ജീവികളെ മുഴുവൻ എടുത്തിട്ട് ഈ കടലിലുള്ള കക്ക തൊട്ടുള്ള ആ തരത്തിലുള്ള അതിന് ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ട്. അതിനകത്തൊക്കെ ആദ്യം ഇങ്ങനെ എടുത്തു വെച്ചാൽ അതൊരു 55 കോടി വർഷം മുമ്പാണ് നമ്മൾക്ക് അതിന് കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നാണ് പറയുന്നത്. അത് ഈ വൈവിധ്യങ്ങൾ ജീവികളുടെ പേര് ചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് പിടിച്ചതോടെ ടപടപോന്നാണ് പുത്തൻ ജീവികളുടെ പിന്നെ ഒരു ഘോഷയാത്രയാണ്. അങ്ങനെ ഉണ്ടായ ഒരു ബോഡി പ്ലാനാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ തലയും 2 കൈയും കാലും വാലും ആയിട്ടുള്ള വെള്ളത്തിനകത്ത് ജീവിക്കുന്ന ജീവിയുടെ ഒരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടായി വരുന്നത് ഈ മുഖം എന്ന് പറയുന്നത്, തലയെന്ന് പറയുന്നത്, ഫ്രണ്ടിലാകുക എന്ന് പറയുന്ന ഒരു ബോഡി പ്ലാൻ തന്നെയേ ഉള്ളൂ ഇപ്പോഴും. പക്ഷെ തുടക്കത്തിൽ അങ്ങനെയല്ല. തുടക്കത്തിനകത്ത് പല പരിശോധനയും നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വെള്ളത്തിനടിയിൽ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത നിലവാരത്തിൽ വ്യത്യസ്തമായ ജീവികളുടെ ഇഷ്ടംപോലെ. അപ്പോൾ നമ്മൾ സ്പോഞ്ച് എന്ന് പറയുന്ന സാധനങ്ങൾ, അതേപോലെ തന്നെ ഈ കക്കായുടെ ലോകത്തോട്ട് ക്രസ്റ്റേഷ്യൻസ് എന്ന് നമ്മൾ പറയുന്ന ജീവികളുടെ ലോകത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും എക്സ്പെരിമെന്റ് തീർന്നിട്ടില്ലാത്ത അത്രയും സങ്കീർണതയുള്ള നമ്മളിപ്പോൾ ആനിമൽ എന്ന് പറയുന്ന അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു തല, 2 കൈ, കാല്, വാല് എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് നമ്മുടെ ഒരു പൊതു പ്ലാൻ. അതാണ് അങ്ങനെ ഒരു രൂപപ്പെട്ടിട്ടുണ്ട്. രൂപപ്പെട്ടതിനകത്തു നിന്നാണ് പിന്നെ നമ്മൾ ഈ കാണുന്ന സങ്കീർണ ജീവികൾ മുഴുവൻ സങ്കീർണതകൾ. അതിപ്പോൾ നമ്മൾ ഡൈനോസറസിനെ എടുത്താലും ശരി, കാണ്ടാമൃഗത്തിനെ എടുത്താലും, ജിറാഫിനെ എടുത്താലും, കുരങ്ങിനെ എടുത്താലും, മനുഷ്യനെ എടുത്താലും, ഈ തല, മീനായാലും പക്ഷിയായാലും ഇത് തന്നെയാണ്. ഇതിനകത്ത് അത്രയും സാധനമുള്ളൂ. അല്ലാതെ ആദ്യത്തെ ഈ ക്രസ്റ്റേഷ്യൻസ് നമ്മൾ വിളിക്കുന്ന ഒരു വലിയ വിഭാഗത്തിനകത്തുള്ള, ഇപ്പോൾ ഒക്ടോപ്പസിന് ഒത്തിരി കായും കാലും ഒക്കെ ഉണ്ട്, ഇൻസെക്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗമില്ലേ, അതിനകത്ത് ഒത്തിരി എക്സ്പെരിമെൻ്റ് നടക്കുന്നുണ്ട്. ഇപ്പോഴും എക്സ്പെരിമെൻറ്റ്സ് തീർന്നിട്ടില്ലാത്തവരുമാണ്. പക്ഷെ നമ്മൾ ഈ ആനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ജീവികളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു ബോഡി പ്ലാൻ മാത്രമേ സാധ്യതയിലുള്ളൂ. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് നമ്മൾ മനുഷ്യർ സ്പേസിൽ നിന്ന് വല്ലൊരു മരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പ്ലാൻ അനുസരിച്ചിട്ടാണ് അവരെയും വരച്ചൊക്കെ വയ്ക്കുന്നത്. കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ ഇവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടൊരു ബോഡി പ്ലാൻ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ആ ബോഡി പ്ലാൻ ലോകത്ത് ഏതെങ്കിലും പ്രപഞ്ചത്തിന് വേറെ ഏതെങ്കിലും മൂലയിലുണ്ടാകാൻ തെളിവില്ല. പിന്നെ നമ്മളെ പോലുള്ള ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അത് നമ്മൾ അങ്ങനെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ബോഡി പ്ലാൻ ഭൂമിയിൽ തന്നെ ഒരു സവിശേഷ മേഖലയിൽ ഉണ്ടായവരുടെ അകത്തൂടാണ് നമ്മൾ ഇന്ന് കാണുന്ന സങ്കീർണ ജീവികൾ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന കടലിനടിയിലുണ്ടായിരിക്കുന്ന ജീവികളിൽ അനന്തമായിട്ടുള്ള തരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള ജീവികളായിട്ട് ഇപ്പോഴും കഴിയുന്നുണ്ട്. അവർക്കൊരു കോമൺ ബോഡി പ്ലാൻ കാണാനേ പറ്റത്തില്ല. ഇപ്പോൾ കൊഞ്ചിനെ പോലെയല്ല ഞണ്ടിരിക്കുന്നത്, കാക്ക ഇരിക്കുന്നത്, മറ്റേ ഒച്ചിരിക്കുന്നത് ഒക്കെ നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കൺഫ്യൂഷൻ തോന്നി. ഇങ്ങനെ ജീവി ആകാവോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഇപ്പോൾ നമ്മൾ കടലിനടിയിലൊക്കെ പോയിട്ട് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ഇമാജിനേഷന് പോലും സാധ്യമല്ലാത്ത നിലവാരത്തിലുള്ള ജീവികളുണ്ട്. നമ്മൾ പടമൊക്കെ ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിലൊക്കെ കൊടുത്തിട്ട് ഇഷ്ടമുള്ള പോലെയൊക്കെ വരച്ച് തരാനൊക്കെ പറഞ്ഞാൽ പോലും അവർ വരയ്ക്കുന്നതിനൊക്കെ, കാരണം കമ്പ്യൂട്ടർ ഇഷ്ടമുള്ള പോലെ വരയ്ക്കുന്ന പോലെ വൈവിധ്യമുള്ള ജീവികൾ ഇപ്പോഴും ഈ അന്നത്തെ ഒരു ബോഡി പ്ലാനിലേക്ക് മാറാതിരിക്കുന്ന കാലത്തുണ്ടായവരുടെ തുടർച്ചയ്ക്കകത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് എവല്യൂഷൻ്റെ ഏറ്റവും നല്ല കാഴ്ചകളാണ്. അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ അങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതേ സമയത്ത് നമ്മളിപ്പോൾ ഒരു പല്ലിയെ എടുത്താലും തലയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. ഇതെല്ലാം ഒരൊറ്റ നട്ടലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങളാണ്. അതെല്ലാം ഒരുപോലെ.
പിന്നെ അതിനകത്തുള്ള വേരിയേഷനേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വവ്വാലിനെ എടുത്ത് പറയുമ്പോഴും ഈ രണ്ട് കൈയുടെ നടുവിലൊരു പാട ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ അത് ആ ചിറകാക്കി എന്നുള്ളതല്ലാതെ ആ ബോഡി പ്ലാൻ തന്നെയുള്ളൂ. ബേസിക് സ്ട്രക്ചർ ഇത് തന്നെയാണ്. സ്ട്രക്ചർ അത് തന്നെയാണ്. അത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ അത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ തലയെന്നും വാലെന്നും കാലെന്നും കയ്യെന്നും ഒക്കെ പറയുന്ന മുന്നിലും എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ഒരു ബോഡി പ്ലാൻ നമുക്ക് രൂപപ്പെടുന്നതും. വാല് വെള്ളത്തിലായിരുന്ന സമയത്ത് ഭയങ്കര ആവശ്യമാണ്. മീനൊക്കെ നമ്മൾ കണ്ടു, വാല് ഭയങ്കരമാണ്, സ്റ്റഡി ചെയ്യാനായിട്ട് ആവശ്യമാണ്. അപ്പം അതേ സമയത്ത് അതേ വാല് തന്നെയാണ് പിൽക്കാലത്തെ ജീവികൾ പറക്കുന്ന സമയത്ത് ചിറകുകൾ ഉപയോഗിക്കുന്നത്. അതല്ല, പറക്കുന്ന ജീവികൾ ഇപ്പം നമ്മൾ മാമൽസ് ആയിട്ടുള്ളതിനകത്ത് ഈ എന്താണ് നരിച്ചീറോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പേര്, വാവൽ എന്ന് പറയുന്ന സാധനമൊക്കെ അത് ഈ പാടയാണ് ഉപയോഗിക്കുന്നത്, ചിറക് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന എന്താണ് സ്കെയിൽസ്, മറ്റേ ഫെദർ ഇല്ലേ, തൂവലുകൾ, കോഴിയുടെ പൂടയെന്ന് നമ്മൾ പറയും. പക്ഷെ അതിന് എന്താണ് നമ്മൾ അതിന് തൂവല, അതാണ് വാക്ക് ശരിയാണ്. തൂവലിൻ്റെ ലോകം തന്നെ വികസിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള സാധനമാണ്. ഭാരം കുറയ്ക്കുന്ന മെക്കാനിസങ്ങളിലേക്ക് പോകുമ്പോഴാണ്, കാരണം ഭൂമിയിൽ നിന്ന് പറക്കാനായിട്ട് ശ്രമിക്കുന്ന ജീവിയിലേക്ക് പോകുമ്പോഴാണ് തൂവലിൻ്റെ ഈ യുക്തികൾ വരുന്നത്. അതിനു മുമ്പ് മുഴുവനും നമ്മൾ ഈ തൊലിക്കകത്ത് നടത്തുന്ന തന്നെ മെക്കാനിസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബേസിക് ബോഡി പ്ലാൻ അത് തന്നെ. ഇപ്പൊ ചിറകായി മാറ്റി കഴിഞ്ഞാൽ പിന്നെ കൈയില്ല. അല്ലാതെ ഇപ്പൊ എന്താണ് എന്താണ് മാലാകമാർക്ക് ചിറകും കയ്യും ഉണ്ട്, അത് രണ്ടും കൂടെ പറ്റത്തില്ല, നമ്മളറിയണം. ചിറകുണ്ടായി പോയാൽ കൈ പോവും. അപ്പോൾ പിന്നെ അത് മാലാഖയ്ക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. കൈയുടെ സ്ഥാനത്താണ് ചിറക് പിറ്റിയാൻ പറ്റുള്ളൂ. രണ്ട് കൈ പോയാൽ ഇതിനെപ്പറ്റി പോവും. എന്ന് പറഞ്ഞാൽ കാക്കയായി പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ലെവലിലുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലാക്കണമുണ്ട്. അപ്പോൾ ആ സങ്കീർണമായിട്ടുള്ള ജീവികളായി വരുന്നത് ധാരാളം കോശങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പറ്റും എന്ന് കണ്ടെത്തുന്ന പ്രോസസ്സിൻ്റെ അകത്താണ് അതെല്ലാം സംഭവിച്ചത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇയാളുടെ ചോദ്യമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരോട് സംസാരിക്കുന്നതിനകത്ത് തുടക്കത്തിനകത്ത് ഇതെന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, ഈ സങ്കീർണതകൾ വികസിക്കുന്നതിനകത്താണ് ഒന്ന് രണ്ടാകുക എന്ന് പറയുന്ന അറിവായിരുന്നു അതുവരെ നിലനിൽക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഒന്നിച്ച് ചേർന്ന് ജീവിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കോർഡിനേഷനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റൊന്ന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കോശത്തിൻ്റെ അനുഭവം മറ്റൊരു കോശത്തിൻ്റെ അനുഭവവും തമ്മിൽ ചേർത്താൽ രണ്ട് കോശങ്ങളിലെ സെപ്പറേറ്റായ അറിവിനേക്കാളും കൂടുതലുണ്ടാക്കാം മൂന്നാമത്തെ കോശത്തിന് എന്നുള്ള, തമ്മിൽ ചേർത്തുണ്ടാക്കുന്ന കോശത്തിനുണ്ടാകും എന്നുള്ള അറിവുണ്ട്. ഈ അറിവിൻ്റെ വികാസമാണ് രണ്ട് ജീവികൾ തമ്മിൽ ചേർന്ന്, അത് രണ്ട് കോശങ്ങൾ തമ്മിൽ ചേർന്നല്ല, രണ്ട് സങ്കീർണ ജീവികൾ തമ്മിൽ ചേർന്ന് മൂന്നാമതിനെ കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ ഉണ്ടാകുമെന്ന് പറയുന്ന അറിവ്. അത് ഈ രണ്ട് കോശങ്ങളിലുള്ള അറിവിനേക്കാൾ കൂടുതലായിരിക്കും ഈ രണ്ട് കോശങ്ങളിലുള്ള അറിവുകൾ ചേർന്ന്. രണ്ട് കോശങ്ങളിലെ അറിവോ അല്ലെങ്കിൽ രണ്ട് സങ്കീർണ ജീവികൾ അത് തമ്മിൽ ചേരും. ഈ കോശങ്ങൾ തമ്മിൽ ചേർത്തുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ലൈംഗികത എന്ന് പറയുന്നത്. രണ്ട് കോശങ്ങളിലെ അറിവ് തമ്മിൽ ചേർത്ത് മൂന്നാമതൊന്നിനെ ഈ രണ്ടിൽ നിന്ന് വ്യത്യസ്തമായ ഗുണപരമായി കൂടുതൽ മെച്ചപ്പെട്ട ഒന്നാക്കി മാറ്റാം എന്ന് കണ്ടെത്തുന്ന ഒരറിവാണ് ലൈംഗികത എന്ന് പറയുന്നത്. അത് പിൽക്കാലത്ത് വികസിപ്പിച്ചത്. ആദ്യം ഇത് ഒരു കോശവും തമ്മിൽ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു മെക്കാനിസത്തിനകത്തോടാണ് ഈ അറിവ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ആ അറിവ് ട്രാൻസ്ഫർ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഒരു എന്താണ് നേരത്തെ പറഞ്ഞില്ലേ, ഒന്നിച്ച് ചേർന്ന ഒരു ഉണ്ടയാകുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ സൂര്യനായാലും ഭൂമിയായാലും നക്ഷത്രങ്ങളായാലും എല്ലാം ഉരുണ്ടാണ് വരുന്നതെന്ന് പറയുന്നത് പോലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഉരുണ്ട് വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് മാറും. ആ അകത്തുള്ളതിനെ പുറത്തുള്ളത് കൊണ്ട് സംരക്ഷിക്കാനാകുന്നുണ്ട്. ഇപ്പോൾ ഒരു കോശം തന്നെ എടുത്താലും നമുക്ക് വൃത്തത്തിലിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു കേന്ദ്രം
ഒരു സ്പിറിക്കലായിട്ട് ഉരുണ്ട ഒരു വസ്തുവായി മാറാനുള്ള പ്രവണതയാണ് പ്രപഞ്ചത്തിലുള്ളത്. പ്രപഞ്ചത്തിന്റെ ഇത് ഈ ആകർഷണമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ഫോഴ്സുകളൊക്കെ ചേർന്ന് സെൻറ്റർ എന്ന് പറയുന്ന സാധനം ഒരു സ്പിറിക്കലാകുക എന്ന് പറയുന്ന ആവശ്യം വരുന്നുണ്ട്. ഈ കോശങ്ങൾ ചേരുന്ന സമയത്ത് അതൊരു ഉണ്ടയായിട്ട് മാറുക എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഉണ്ട ആണ് രണ്ടാകുക എന്ന് പറയുന്നത്. ഉരുണ്ടിരിക്കുന്ന ഇത് രണ്ടാകുക എന്ന് പറയുന്നത് വീണ്ടും രണ്ട് ചെറിയ ഉണ്ടകളായിട്ട് പിന്നെ അത് വലുതാകുക എന്ന് പറയുന്ന പ്രക്രിയയെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഉണ്ടയാകുക എന്ന് പറയുന്ന പ്രോസസ്സിനകത്തു നിന്നാണ് രണ്ട് കോശങ്ങൾ തമ്മിൽ ചേർന്ന് മൂന്നാമതുണ്ടാകുക എന്ന് പറഞ്ഞാൽ വേറൊരു ഉണ്ട ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് അങ്ങനെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഈ ഷേപ്പ് എന്ന് പറഞ്ഞ ഉണ്ട ആകുക എന്ന് പറയുന്ന ഷേപ്പാണ് ആദ്യം തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആളുകളെ ഒരു സ്ഥിരം മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായെന്നുള്ള ചോദ്യം മുട്ടയാണ്. കാരണം ഈ ഉണ്ടയാണ് ഉണ്ടായതിനു ശേഷം അതിന്റെ തുടർച്ച സാധ്യത. അതിന്റെ ഞാൻ ഉണ്ടയായിട്ടിരുന്നതാണ് രണ്ടാകുക എന്ന് പറയുന്നത്. അത് വീണ്ടും രണ്ട് ചെറിയ ഉണ്ടകളായി മാറിയിട്ട് അത് വീർക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ലോകത്തുണ്ടായത്. അതുകൊണ്ട് മുട്ടയായി മാറുക എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിന്റിൽ നിന്ന് രണ്ടാകുക എന്ന് പറയുന്നതിനെ വീണ്ടും രണ്ട് ചെറിയ ഉണ്ടകൾ വീർക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് നടന്നിരുന്നത്. അതിനകത്താണ് ഈ ഡയറക്ഷൻസ് മുഴുവനും പിന്നെ ഉണ്ടായത്. നമ്മൾ ഈ തലയുണ്ടായെന്ന് പറയുന്നത്, കൈയുണ്ടായെന്ന് പറയുന്നത് ഈ ഉണ്ടയായിരിക്കുന്നതിനകത്തു നിന്നാണ്. പക്ഷേ മൂവ്മെൻറ്റും കാര്യങ്ങളും സ്പീഡും ഒക്കെ വരുമ്പോഴാണ് ഇത് എലോങ്ങേറ്റ് ചെയ്തിട്ട് ഈ ഉണ്ട എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറയുന്ന ശരീരം എന്ന് പറയുന്നത് നീണ്ടൊക്കെ വരുന്നത് ഇതിൻ്റെ മറ്റുള്ള ജീവൻ്റെ പല പുതിയ സാഹചര്യങ്ങളിലേക്ക് മാറുമ്പോഴാണ്. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഉണ്ടയിലേക്ക് ആദ്യം പോകും. അതുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിനകത്തൊരു മുട്ടയുള്ളത്. ഒരു ഉണ്ടയെന്നാണ് ആരംഭിക്കുന്നത്. അണ്ടം എന്ന് പറയുന്നത്, അത് മുട്ട എന്ന് പറയുന്ന സാധനത്തിനകത്തുനിന്ന് ആരംഭിച്ചിട്ട് അതിൻ്റെ ഓരോ പാർട്ടും ഈ സവിശേഷമായിട്ട് വികസിക്കുക എന്ന് പറയുന്നതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്നും മുട്ടയിലേക്ക് പോകും. മുട്ടയിലേക്ക് പോയിട്ട് അവിടെ തുടങ്ങുന്നു. അതുകൊണ്ടാണ് മുട്ടയാണോ കോഴിയാണോ എന്നുള്ള ചോദ്യം എവല്യൂഷനില്ല. പണ്ടുള്ളവർക്ക് ഉള്ള അവരുടെ ആരാണിത് ഉണ്ടാക്കിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. എവല്യൂഷൻ അറിയുന്നവർക്ക് ഒരിക്കലും ഇതൊരു പ്രശ്നമേ അല്ല. കാരണം മുട്ടയാണ് ഒരു കുഞ്ഞാകുന്നത്. ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലനിൽക്കാൻ ജീവിച്ചിരിക്കുക ഈ ഒരു ഷേപ്പ്, ആ ഷേപ്പ് എങ്ങനെയാണ് ആകർഷണ ശക്തി കൊണ്ട് എങ്ങനെയാണ് ചന്ദ്രൻ ഉണ്ടാകുന്നത്, ഭൂമി ഉണ്ടാകുന്നത്, നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്, എല്ലാം ഉണ്ടായിട്ടാണ് ഉണ്ടാകുന്നത് പറയുന്നത് പോലെയാണ് ഒരു അതൊരു സ്പിറിക്കലായ സാധനമായിട്ടേ ആരംഭിക്കാനൊക്കെ എന്നുള്ളത് ഈ പ്രകൃതിക്കകത്തെ പ്രതിഭാസം തുടർച്ചയ്ക്കകത്തുണ്ടായ മറ്റുള്ള ഫിസിക്കൽ റിയാലിറ്റീസ് ഒക്കെ പിന്നെ അതിനകത്തു നിന്നാണ് നമ്മൾ ജീവിക്കാനുള്ള സവിശേഷമായ കഴിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ മൂക്കായാലും കണ്ണായാലും ചെവിയായാലും കൈയായാലും കാലായാലും ഉണ്ടാക്കിയാണ് ഇതിനെ സങ്കീർണമായിട്ട് വികസിപ്പിച്ചാണ് ഇന്ന് കാണുന്ന ബോഡി പ്ലാനുകൾ മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മുട്ടയാണ് ആദ്യം ഉണ്ടായതെന്ന് നമ്മൾ അറിയേണ്ടത്. അത് നമ്മൾ ഒരു സംശയമില്ലാതെ നമുക്കറിയാണ്. ഒരു കാലത്ത് നമുക്ക് അതിനെപ്പറ്റി ഇനിയൊരു ചോദ്യം ആൾക്കാരാ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്, കോഴി വേണമല്ലോ മുട്ടയിടാൻ എന്നൊക്കെ പറയുന്നത്. കോഴീനെ വെച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ വിശദീകരിച്ച് വരുന്ന സമയത്ത് ഇത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ നിൽക്കണം. അതാണ് ഇത് അറിഞ്ഞുകൂടാതിരുന്ന കാലത്തുണ്ടായിരുന്ന ചോദ്യമാണ്. അതിന് ഉത്തരമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് എന്നേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ബോഡി പ്ലാൻ അതുകൊണ്ടാണ് വീണ്ടും നമ്മളിപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ അമ്മയുടെ അണ്ടം ഉരുണ്ടാണ് ഇരിക്കുന്നത്. അതിനകത്തൊരു ബീജം ചെന്ന് അതിനകത്ത് അങ്ങ് അപ്രത്യക്ഷമാകുക ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് പിന്നെ പതുക്കെ ഇരുന്നിട്ടാണ് കണ്ണും മൂക്കും ചെവിയും തലയും കാലും എല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടായാണ് നമ്മൾ ജീവിക്കാനായിട്ട് പുത്തൻ സാഹചര്യങ്ങളിൽ പുതിയ മേഖലകളിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ബോഡി പ്ലാനിലേക്ക് നമ്മൾ മാറുന്നത്. അത് തന്നെ നമുക്ക് വെറുതെ നോക്കിയാൽ മതി. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കൊച്ചു ജീവികളായിരിക്കുന്ന സമയത്തുണ്ടായിരിക്കുന്ന പരിണാമപരമായ മാറ്റങ്ങൾ മുഴുവനും ഈ ആദ്യകാല കോശ രൂപീകരണത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പരിണാമത്തിൻ്റെ ചരിത്രം മൊത്തമായിട്ട് അതിൽ നമ്മുടെ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ ഈ അണ്ഡം എടുത്ത് നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പിൻ്റെ കീഴിൽ നമുക്ക് അത് മുഴുവൻ ഇന്ന് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഇതിങ്ങനെ വളർത്താൻ പറ്റും. വളർത്തുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓരോ ഘട്ടങ്ങളും. ഈ എന്താണ് മീനിൻ്റെ രൂപമൊക്കെ ഉണ്ടാവും.
ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എവല്യൂഷനിൽ വെള്ളത്തിനകത്ത് ജീവിക്കാനുള്ള ഈ എന്താണ് മറ്റേ ഫിന്നല്ല ഗില്ല്, ഗിൽസ് അത് ചെകിള എന്ന് പറയും. അതെ, ചെകിളയൊക്കെ ഉണ്ടാകുന്ന ഇതെല്ലാം ഈ കുഞ്ഞിൻ്റെ ആദ്യത്തെ കാലത്ത് നമ്മളിങ്ങനെ നോക്കിയാൽ കാണാം, വാലുണ്ടാവും. അതെല്ലാം നമുക്ക് ആ കുഞ്ഞിൻ്റെ ഇത് എടുത്ത്, അതും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തിമിംഗലത്തിൻ്റെ കുഞ്ഞ്, ജിറാഫിൻ്റെ കുഞ്ഞ്, ചിമ്പാൻസിയുടെ കുഞ്ഞ്, മനുഷ്യൻ്റെ കുഞ്ഞ്, ഇതെല്ലാം എടുത്ത് നമ്മൾ ആദ്യത്തെ ഈ പ്രോസസ്സുകൾ മുഴുവൻ നോക്കിയാൽ ഒരു മാറ്റം പോലും ഇല്ലാതെ ഒരുപോലെ മാറുന്ന കാണാൻ പറ്റും. ഒരു ഘട്ടം കഴിയുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ പോലും കരയ്ക്കൂന്ന് വെള്ളത്തിലേക്ക് പോയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ തിമിംഗലം. തിമിംഗലത്തിൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് കണ്ടാൽ കാലെല്ലാം വരും. കാലെല്ലാം വന്നിട്ട് ആ കാലങ്ങ് തിരിച്ച് അങ്ങ് പോകും, അപ്രത്യക്ഷമായി പോകും. നമുക്ക് വാല് വരും, വാലപ്രത്യക്ഷമായി പോകും, ഉപയോഗശൂന്യമായി പോയ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എവല്യൂഷനൊക്കെ എവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യമൊക്കെ ആൾക്കാർ ചോദിക്കത്തില്ലേ? അത് നമുക്ക് ഒരു മൈക്രോസ്കോപ്പും കൊടുത്ത് ഇതിനകത്ത് നോക്കാൻ പറയുന്നത് വെറുതെ ബൈബിളിലും ഖുറാനിലും പോയി കിടന്ന് ഈ തവള കുഞ്ഞുങ്ങൾക്ക് വാലുണ്ടല്ലോ ആദ്യം. അതാ പറഞ്ഞല്ലേ, ഇതൊക്കെ എങ്ങനെയാണ് വെറുതെ ഒന്ന് ചുറ്റുപാട് കണ്ണു തുറന്ന് നോക്കി ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പള്ളിയിലും അമ്പലത്തിലും പോയി കിടന്ന് തപ്പുന്നതിന് പകരം, ഭഗവത്ഗീത കിടന്ന് തപ്പുന്നതിന് പകരം ഈ പറയുന്ന മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഈ പറയുന്ന ജീവികളെ എല്ലാം ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ എവല്യൂഷണറി പ്രോസസ്സിനകത്ത് ഇതിങ്ങനെ മാറുന്നതെന്ന് കാണാൻ പറ്റും. അപ്പം ആ മുട്ട എന്ന് പറയുന്ന ഇതിനകത്തേക്ക് പോയിട്ട് വീണ്ടും ഓരോന്നായിട്ട് മാറുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്നുള്ളത് കാണണം. അമ്മയുടെ ഉദരത്തിലും സ്ത്രീയായിരിക്കുന്ന അമ്മയുടെ ഉദരം ഇത്രയും സങ്കീർണമായ ജീവികൾ പോലും മുട്ടയായതിനു ശേഷമാണ് ഓരോന്നോരോന്നായിട്ട് മാറുന്നത്. അത് ചിമ്പാൻസിയുടെ ജീവിതത്തിനകത്ത് എന്നാലും മുട്ടയായിട്ട് മാറിയിട്ടാണ് ചെയ്യുന്നത്. ജിറാഫിൻ്റെ ചെയ്താലും തിമിംഗലത്തിൻ്റെ ചെയ്താലും എല്ലായിടും മുട്ടയായിട്ടാണ് തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പഴയ കാലത്ത് ഈ 3 തലമുറകളുടെ സിനിമ ഒരു 2 മണിക്കൂർ കൊണ്ട് കാണിക്കുന്ന പോലത്തെ ഒരു ഇത്രയും കോടിക്കണക്കിന് വർഷത്തെ പ്രോസസ്സ് മുഴുവനും ഈ കുഞ്ഞുങ്ങളുടെ എംബ്രിയോ ഡെവലപ്മെന്റിനെ അകത്ത് പഠിക്കാൻ പറ്റും. അപ്പം പലതരത്തിലെ സിസ്റ്റങ്ങൾ ഈ ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻ്റലിജൻസ് ആണ് ഈ സിസ്റ്റങ്ങളായിട്ട് നമ്മളിലേക്ക് വന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പം നമ്മളെപ്പോലുള്ള സങ്കീർണ ജീവികളായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് ഗ്ലാൻഡിൻ്റെ സിസ്റ്റമുണ്ട്, ഇലക്ട്രിക് സിസ്റ്റമുണ്ട്, നെർവസ് സിസ്റ്റമുണ്ട്, ബ്ലഡ് സിസ്റ്റമുണ്ട്. എന്തെല്ലാം തരത്തിലെ സിസ്റ്റങ്ങളിലെ എന്ന് പറഞ്ഞാൽ ഈ യോജിച്ച് നിൽക്കുന്ന കോശങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ആവശ്യമായി മുൻനിർത്തിയാണ് തലയൊക്കെ ഉണ്ടായതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അല്ല തലയില്ലാത്ത ഒരു ജീവിയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് തലയനങ്ങാത്തടുത്ത് വാലനങ്ങരുത് എന്നൊക്കെ പറഞ്ഞ വാചകമൊക്കെ അടിക്കുന്ന പോലുള്ള പറച്ചിലൊക്കെ തലയിരിക്കുന്നിടത്ത് വാലാടരുതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നില്ല തല. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു മരത്തിനെ എടുത്ത് നോക്കി അതിനൊരു തലയില്ല. എന്തുകൊണ്ടാണ് മരത്തിന് തല വേണ്ടാത്ത? അത് മൂവ് ചെയ്യുന്നില്ല, ഇത്ര ലളിതമാ. മറ്റു സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. കൊച്ചു ജീവികളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആദ്യം ഉണ്ടായ ഒരു ജീവിയാണ് ഈ ചെടികൾ. അതുകൊണ്ടാണ് അത് മാത്രമല്ല കടലിനടിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. നമ്മൾ വിചാരിക്കുന്നത് ചെടിയായ ജീവി മൃഗമാകത്തില്ലെന്നും മൃഗമായ ജീവി ചെടിയാകത്തില്ലെന്നാണല്ലോ നമ്മൾ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണല്ലോ. നമ്മൾ ഈ വാൽമാക്രിയെ പഠിക്കുന്ന പോലെ പഠിക്കേണ്ടി വരും. വെള്ളത്തിനകത്ത് വാൽമാക്രിയെ പോലെ കഴിഞ്ഞിരിക്കുന്ന ഒരു ജീവി, തലയുണ്ട്, വാലുണ്ട്, ഇത് സകല സാധനമുള്ള ജീവിയാണ്. ആ ജീവി ഒരിടത്ത് ഒരു പ്രായം കഴിയുമ്പോൾ ഒരിടത്ത് ചെന്നിട്ട് ആദ്യം ചെയ്യുന്ന ഒരിടത്ത് അങ്ങ് പറ്റിപ്പിടിക്കും. ആ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ വേരങ്ങിറങ്ങുക. അതുവരെ ഒരു നമ്മൾ ഓടി നടക്കുന്ന ജീവിയാണ്. വേരങ്ങിറങ്ങും. വേരിറങ്ങി ആദ്യം ചെയ്യുന്നത് എന്തറിയോ? ഈ തല അങ്ങ് തിന്നുകളയും. ഏറ്റവും ചിലവുള്ള, വെള്ളത്തിനകത്ത് മൊബൈലായിട്ടിരിക്കുമ്പോൾ ഏറ്റവും ആവശ്യമുള്ളതാണ് തല. പക്ഷേ അത് ഏറ്റവും ചിലവ് കൂടിയത്. ആ വേറെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താ, തല ആവശ്യമില്ല, അനങ്ങേണ്ട കാര്യമില്ല, കോർഡിനേഷൻ ആവശ്യമില്ല. അപ്പം തന്നെ ഈ തല അങ്ങ് തിന്നും. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? തലയുണ്ടായ കളയുന്ന ഒരു ജീവിയെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? എവല്യൂഷൻ പഠിച്ചാൽ കാണാം. അതാണ് അതിൻ്റെ രസം. തല പോയിട്ട് അത് വേരിറക്കി അവിടെ നിന്ന് പിന്നെ ചെടി പോലെ വളരുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ജീവി ചെടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്.
വെജിറ്റേറിയൻ ആൾക്കാരുടെ ഒരു വലിയ നിലപാടാണല്ലോ, ഞാൻ വെജിറ്റേറിയനാണ് എന്നൊക്കെ. അപ്പോൾ ഈ ജീവികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇത് വെജിറ്റേറിയൻ ആണോ എപ്പോഴാണ് ആയത് എന്നറിയാനൊക്കെ ജീവനെ പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് മാത്രമേ വെജിറ്റേറിയനും പോലും ആകാനൊക്കത്തുള്ളൂ. ഒരു പ്രയോജനമില്ലാത്ത ചർച്ചകളാണ്. ജീവനെ പറ്റി അറിയാവോ? അല്ല, അത് ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അതെ, അത് പിൽക്കാലത്തൊക്കെ അവിടോട്ടൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഞാനീ പറയുന്നത് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് അറിയണം. നമ്മളിട്ട അതിരുകളും നമ്മളിട്ട പരിമിതികളും നമ്മൾ പറയുന്ന മുൻവശവും പുറവശവും ഒക്കെയാണ്. ഇതിനകത്ത് ഇതേപോലെ തന്നെയാണ് ഒരു കോശത്തിനകത്തേക്ക് ആഹാരമായി ചെന്നതിൻ്റെ ആഹാരം കഴിഞ്ഞ് വന്ന ഉച്ഛിഷ്ടം എങ്ങനെ പുറത്തേക്ക് തള്ളും എന്ന് പറയുന്ന കണ്ടെത്തൽ ഭയങ്കര ഇതുപോലെ കണ്ടെത്തലാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇത് ഒരു കോശത്തിനെ എൻഗൾഫ് ചെയ്യുക എന്ന് പറയുന്ന മെക്കാനിസമാണ് ആദ്യം. അമീബ സ്യൂഡോപോഡിയ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കൈ അങ്ങ് ഉണ്ടായി ഇതിനകത്ത് ഇങ്ങനെ അങ്ങ് തമ്മിൽ ചേർത്ത് അതിനകത്താക്കിയിട്ടാണ് അതിനെ ദഹിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ദഹിക്കാത്ത വശങ്ങൾ എന്നാൽ ആവശ്യം കഴിഞ്ഞ് ഊർജം അതിനകത്തുനിന്ന് എടുക്കാനുള്ള മുഴുവൻ എടുത്തിട്ട് ഉച്ഛിഷ്ടം കളയേണ്ടത്. ഈ കളയുന്നതിനൊരു ഒരു നാളം ഉണ്ടാക്കി ഇടുന്നതാണ് ഭയങ്കര പിന്നത്തെ വലിയൊരു കണ്ടുപിടുത്തം. വായ്ക്കകത്തൂടെ കയറ്റി മലദ്വാരത്തിലൂടെ പുറത്തേക്ക് കളയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ടുപിടുത്തമാണ്. പക്ഷെ നമ്മളിപ്പോൾ അത് ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നത്തില്ല. എല്ലാത്തിനും വായുണ്ട് മലദ്വാരം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ആദ്യകാലത്തില്ല, ഒരു കോശത്തിന് അങ്ങനെ രണ്ട് സ്ഥലമില്ല. ഇതൊക്കെ സ്പെഷ്യലൈസേഷനകത്തുകൂടെ രൂപപ്പെട്ടു വന്നതാണ്. അപ്പോഴാണ് നമുക്ക് ഈ എലിമെൻ്ററി കനാൽ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന വാ തൊട്ട് മലദ്വാരം വരെയുള്ള ഈ പറയുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കോടിക്കണക്കിന് വർഷം കൊണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം. ആദ്യകാലത്തെ ജീവികൾക്ക് ഒരേ സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ, തിന്നാനും തൂറാനും, ശരിക്കും പറഞ്ഞാൽ വിസർജനം ചെയ്യാനും ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നു. അത് ഒരേ ദ്വാരത്തിൽ കൂടെ തന്നെ അത് എടുക്കുകയും പുറത്ത് കളയുകയും ചെയ്യാം. ഇപ്പോഴും നമുക്ക് ഒരു സംശയമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ ബ്രെയിനിന് ഇങ്ങനെ തിരിഞ്ഞായിട്ടുള്ള ഇടതുവശമാണ് വലതുവശത്തിനെ നിയന്ത്രിക്കുന്ന, വലതുവശമാണ് ഇടത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. ആരോ ഇങ്ങനെ ഒരു സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കത് തീർച്ചയൊന്നുമില്ല. നാറ്റം സഹിക്കാതെ വന്നപ്പോൾ തല തിരിച്ചാണോ എന്നൊരു സംശയം. മറ്റത് ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു ഈ രണ്ട്. വായിക്കാത്തൂടെ തന്നെ തിന്നുകയും വേണം, അത് സഹിക്കാൻ മൂക്ക് സഹിക്കാൻ വയ്യാതെ തല തിരിച്ചതാണ്. അങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞു ഇങ്ങനെ ഇരിക്കണത് ഇങ്ങനെ പിരിഞ്ഞു പോയപ്പോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് സത്യത്തെ അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഇടതുവശം വലതുവശത്തിനെ നിയന്ത്രിക്കുന്നത്, വലതുവശം ഈ എന്താണ് എവല്യൂഷണറി ഹിസ്റ്ററിയിലെ ഏതോ ഒരു സമയത്ത് ഇതൊന്ന് തിരിഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞത് കൊണ്ടാണ് അതിന് മുന്നേ സെയിം സൈഡ് തന്നെയായിരുന്നു ആയിരുന്നിരിക്കുക. അല്ലാതെ അതിന് ലോജിക്കലി ഒരു ആവശ്യവും നമുക്ക് കാണുന്നില്ല. എന്തോ രക്ഷയില്ലാത്ത അത്രയും കടുത്ത ഒരു അനുഭവം മറികടക്കാൻ തിരിയലാണ് ഇപ്പോൾ ഇടതുവശം വലതുവശത്തിനെ നിയന്ത്രിക്കുന്ന, വലതുവശം ഇടതുവശം നിയന്ത്രിക്കുന്നത്. അതിപ്പോഴും നമുക്ക് വ്യക്തതയില്ല അത് എങ്ങനെയാണ് അതങ്ങനെ വന്നതെന്നുള്ളത്. അതുപോലുള്ള അപ്പോൾ ആയിരക്കണക്കിന് കോശങ്ങൾ ഉണ്ടാകുകയും പലതും ആവശ്യമാണെങ്കിലും പിൽക്കാലത്ത് ആവശ്യമില്ലാതായി പോകുന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി രൂപപ്പെട്ട ഒരു വശം വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കൈയൊക്കെ അങ്ങനെയാണ്. കൈ കൊണ്ട് നമുക്ക് ആയിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചിറക് കൊണ്ട് പറക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഉപയോഗത്തിന് വികസിച്ച ഒന്ന് പലതരത്തിൽ ഉപയോഗിക്കുന്ന ഇതിന് നമുക്കിപ്പം മൂക്ക് കൊണ്ട് ശ്വാസം എടുക്കാനും മണക്കാനും കഴിയുക എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സും ഒക്കെ ഒരേ മൂക്ക് കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പലതരത്തിലുള്ള സങ്കീർണമായ ആവശ്യങ്ങൾക്ക് ഒരു ഇപ്പോൾ എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെയധികം പഠിക്കേണ്ടതാണ്. കാരണം നമുക്ക് ചുറ്റുപാടുന്ന ആർജിക്കുന്ന എനർജി ഏറ്റവും മിതമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുന്ന സാധനം എപ്പോഴും എവല്യൂഷനകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രയോജനം കൂടുതലുള്ളത് നിലനിർത്തുകയും പ്രയോജനമില്ലാത്തത് ചുരുക്കിക്കളയുകയും ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രയോജനം 2 or 3 ഉണ്ടാക്കി മാറ്റി അത് പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്ന തരത്തിലും എനർജി കൺസർവേഷൻ ഇതിനകത്ത് വളരെ ഒരു ഫാക്ടറായിട്ട് സങ്കീർണ ജീവിയായി തീരുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് വായും മലദ്വാരം ഉണ്ടായി നടുക്ക് വെച്ചിട്ട് പലതരത്തിൽ ഇത് എന്താണ് പചനം ചെയ്ത് ദഹിപ്പിച്ച് നമ്മൾ അബ്സോർവ് ചെയ്യുക എന്ന് പറയുന്നത്
പല ഘട്ടത്തിനകത്ത് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ കുടലിനകത്താണെങ്കിൽ ആമാശയത്തിനകത്തൊരു ദഹന പ്രക്രിയ നടക്കും. അത് കഴിഞ്ഞിട്ട് കൊച്ചു കുടലിനകത്ത് ഒരു ദഹന പ്രക്രിയ നടത്തും. അത് കഴിഞ്ഞ് വൻകുടലിൽ മറ്റൊരു ദഹന പ്രക്രിയ നടത്തും. ഇതിനെല്ലാം ശേഷമാണ് ഉച്ഛിഷ്ടമായിട്ട് പുറത്തേക്ക് തള്ളുന്നത്. അതേസമയത്ത് നമ്മൾ പശുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പശു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിന്നേ പറ്റൂ. കാരണം ഈ വെജിറ്റേറിയൻ തിന്നുന്ന കാരണം കൊണ്ട് പോരാതെ വരും. അത് കാരണം കൊണ്ട് ഒരു 10-12 മണിക്കൂർ നേരമെങ്കിലും അത് തിന്നിട്ട് ഇത് മുഴുവനും കൂടെ ഒരു അറയെ കൊണ്ടുപോയിട്ട് അത് ദഹിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതിന് പിന്നെ രണ്ടാമത് എടുത്ത് ചവയ്ക്കണം. എന്നിട്ട് വീണ്ടും അതിനകത്ത് വിടണം. ഭയങ്കര പണിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. വേറെ ഒന്നിനും സമയമില്ല. വേറെ ഒന്നിനും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തീറ്റിയാണ് ഈ വെജിറ്റേറിയൻ ആൾക്കാരുടെ പണി. അപ്പോൾ ഒരു ലക്ഷണം കിട്ടില്ല. അത് വേറെ തരത്തിലും ശരി തന്നെയാണ്. അവർ എപ്പോഴും ഭക്ഷണത്തെ കുറിച്ച് മാത്രമാണ് അവരുടെ ആലോചന. അല്ലല്ല, അത് മനുഷ്യരുടെ കാര്യമാണ്. അല്ല, ഞാൻ വയറേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആലോചിക്കുന്ന വേറൊരു ജീവിയില്ല വെജിറ്റേറിയൻ ആണെങ്കിൽ. അപ്പോൾ ഈ അതേസമയത്ത് നമ്മൾ ഈ സിംഹത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? തിന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങുക, മണിക്കൂറുകൾ കിടന്നുറങ്ങിയിട്ടാണ് 2 ദിവസം. പെരുമ്പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മാസത്തേക്ക് പിന്നെ അവിടെ സമാധിയാ, തപസ് ചെയ്തിട്ട് ഭയങ്കര. എന്തായാലും പക്ഷെ വേദമൊന്നും എഴുതിയില്ല. പെരുമ്പാമ്പിന്റെ വേദമൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അതെന്തായിരിക്കും? അല്ല, ലിഷർ ടൈം ഒരുപാട്. അതാണ് നമ്മുടെ യുക്തി. ഭക്ഷണം അധികം വന്ന്, കൃഷി കണ്ടുപിടിച്ച് ഭക്ഷണം വന്ന്, ലിഷർ ടൈം ഉണ്ടായപ്പോഴാണ് മറ്റ് ഇതൊക്കെ വികസിച്ചെന്നുള്ളതാണ്. പക്ഷെ അതാണ് ഭയങ്കര തപസ്സാണ്. പെരുമ്പാമ്പ് പറഞ്ഞ പോലെ വലിയൊരു വേദമൊക്കെ എഴുതി. മിക്കവാറും ഈ എന്താണ് കരടിയും ചെയ്യേണ്ടതാണ്. 6 മാസമൊക്കെ തപസ് ചെയ്യുന്ന പറ്റിയാണ്. പക്ഷെ തിന്നിട്ട് എല്ലും കോലും ആയിട്ട് പുറത്തോട്ടിറങ്ങുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ഈ എനർജി കൺസർവേഷനായി വലിയ അധികം എനർജി. നമുക്ക് വേറെ കാര്യം അറിയാം. ഇവന്മാരുടെ യുക്തി അനുസരിച്ചിട്ടാണെങ്കിൽ പരമാവധി ഒരു പാർട്ടിയാണത്. ചില പാർട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്കകത്ത് വരുന്ന 10-12 വർഷം കഴിഞ്ഞിട്ടാണ് വിരിയുന്നത്. അങ്ങനെയുള്ള പാർട്ടികൾ വരെ അവിടുന്ന് വേദപുസ്തകമൊക്കെ കക്ഷത്ത് വെച്ച് വരേണ്ടതാണ്. അതെ, പല പുസ്തകമായിട്ട് വരേണ്ടതാണ്. അതൊന്നുമില്ല. 40 ദിവസമൊക്കെ ഇരുന്നവന്മാർ മാത്രമേ പുത്തുമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അതൊക്കെയാണ് അതിൻ്റെ അകത്തെ തമാശ. അപ്പൊ അത്ര നല്ല തപസ്സൊന്നും അവന്മാരൊന്നും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാകുന്നുണ്ട്. തപസ് കൂടിയാലും ഒന്നും എഴുതത്തില്ല. അതാണ് തെളിവ്. കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ ശരീരത്തിനകത്ത് ഈ എലിമെൻ്ററി കനാല് പോലെ അപ്പോൾ പല സിസ്റ്റങ്ങൾ ഇതിനകത്ത് ഈ ഓരോന്നിനകത്തും ഉണ്ടായാണ് നമ്മൾ സങ്കീർണ ജീവികളായി മാറി ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് മറ്റൊന്നുമായി ചേർന്ന് സങ്കീർണത ഉണ്ടാകുന്നെന്ന് പറയുന്നത് പോലെ ഒന്ന് മറ്റൊന്നതുമായിട്ട് ചേർന്നിട്ട് മൂന്നാമതൊന്നിനെ ഉണ്ടാക്കാൻ കഴിയും എന്ന് കണ്ടെത്തുന്നതാണ് ലൈംഗികത. ആ ലൈംഗികത കണ്ടുപിടിക്കുന്നതോടെ ആണ് സെലക്ഷൻ്റേതായിട്ടുള്ള ആ തരത്തിലുള്ള യുക്തികളും കാര്യങ്ങളും ഒക്കെ പിന്നീടുണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിനകത്ത് ഏറ്റവും നല്ല ഏതിനോട് ചേരണം, ഏറ്റവും നല്ല ഇണ എങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിലേക്കാണ് പിന്നെ അങ്ങോട്ട് മാറുന്നത്. ആ ഒരു പ്രോസസ്സിനകത്തേക്ക് മാറുമ്പോൾ ഒന്നൊന്നിനെ എങ്ങനെയാണ് ആഹരിക്കുന്നതെന്ന് പറയുന്നത് പോലെയാണ് ഒന്നിനെ ഇണയാക്കി മാറ്റുന്നതിനെ ആകർഷിക്കുക എന്ന് പറയുന്നത്. അതുവരെ 1-2 എന്ന് പറയുന്ന പ്രക്രിയ മാത്രമേ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് രണ്ട് ഈ എന്താണ് ആണും പെണ്ണും എന്ന് നമ്മൾ വിളിക്കുന്ന, മെയിലും ഫീമെയിലും നമ്മൾ വിളിക്കുന്ന ആ കോശങ്ങൾ ഉണ്ടായെങ്കിലും അത് ഒന്നിൽ തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത്. ഇപ്പോഴും എന്താണ് ഇപ്പോഴും നമുക്കത് കാണാൻ പറ്റും. ചെടികളിലൊക്കെ ആണും പെണ്ണും ആയിട്ടുള്ള പൂവിൽ തന്നെ അല്ലെങ്കിൽ ഒരു മരത്തിൽ തന്നെ 2 പൂവ് ഉണ്ടാവും. അതായത് 2 എന്ന് പറയുന്നിടത്തേക്ക് തന്നെ എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രോസസ്സിനകത്തു നിന്നാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, എങ്ങനെയാണോ കണ്ണും മൂക്കും തലയും ഒക്കെ രൂപപ്പെടുന്ന സ്പെഷ്യലൈസേഷൻ വരുന്നത് പോലെ തന്നെയാണ് ആണും പെണ്ണുമാകുക എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നത്. ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നത് ആരാണോ വഹിക്കുന്നത് അതിനെ ഒന്ന് ഉണർത്താനായിട്ടുള്ള തരത്തിലുള്ള ഒരു സാധനം മാത്രമാണ് ബീജം. അണ്ടത്തിന് സ്വന്തമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കുഞ്ഞാകാനുള്ള കഴിവുള്ള അത്രയും കഴിവുണ്ടായിരുന്നിടത്ത് അതിനെ ഒന്ന് മൂന്നാമതൊരു അറിവും കൂടെ സപ്ലൈ ചെയ്ത് കുറേ കൂടെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന കണ്ടെത്തത്തിലാണ് ഞാൻ പറഞ്ഞില്ലേ ലൈംഗികത എന്ന് പറയുന്നത്. അത് ഒന്നിൽ തന്നെ രൂപപ്പെട്ടിട്ട് പിന്നെ ആണ് സെപ്പറേഷൻ ഉണ്ടായത്. ആ സെപ്പറേഷൻ ഉണ്ടായതിന് ശേഷമാണ് ആണും പെണ്ണും എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് ആദ്യകാലത്തെ ജീവികളിൽ മുഴുവൻ നിന്നിരുന്നത് അമ്മയെന്ന് പറയുന്ന, നമ്മളിന്ന് പെണ്ണെന്ന് പറയുന്നതാണ്. വലുതും വലിയ അണ്ഡവും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഈ ബീജം എന്ന് പറയുന്നത് ഒരു ചെറിയ ഇൻഫർമേഷൻ
ഒരു എന്നുവെച്ചാൽ തുല്യ റോളല്ല അപ്പൊ. വലിയ റോളില്ല അന്ന്, ശരി. ചെറിയ റോള് മാത്രം, അല്ലാതെ മുഴുവനും കൊടുക്കുന്ന ആദ്യകാലത്ത് ഒരു ഒരു എന്താ പറയുക, ഒരു ട്രിഗറിങ് കോസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നിലവാരത്തിലാണ് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ ആണെന്ന് പറഞ്ഞ് മാറുന്ന സാധനം കൂടുതൽ സങ്കീർണമായ ജീവിയായി മാറുമ്പോഴാണ് അതിൻ്റെ ഡെലിവറി ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്ന നിലവാരത്തിൽ അത് ഒരുപോലെ ആയി മാറുന്നുണ്ട്, ഈക്വലായിട്ട് മാറുന്നുണ്ട്. ആ ഈക്വലായി മാറുക എന്ന് പറയുന്ന പ്രോസസ്സിന് മുമ്പുള്ളതിനെ പറ്റിയൊക്കെ ഇതുപോലെ നമ്മളിങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അമ്മ തന്നെ വിചാരിച്ചാൽ കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റുന്ന, പക്ഷേ ഒരേപോലുള്ള ജെൻഡർ തന്നെ അല്ലെങ്കിൽ ഒരേപോലത്തെ ജീവി തന്നെ ഉണ്ടായിപ്പോവും. അതിലൊരു അപ്ഗ്രഡേഷൻ, അതിനകത്ത് വ്യത്യാസങ്ങൾ, മറ്റ് ജീവികളെ ചെറുക്കാനുള്ള കഴിവ് അതിനകത്ത് കുറയും എന്ന് പറയുന്നിടത്താണ് രണ്ട് ജനിതക അറിവ് ഒന്നിച്ചു ചേർത്ത് മൂന്നാമതൊരു ഇതുവരെ ഇല്ലാതിരിക്കുന്ന പുതിയ ഒന്നിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന വലിയൊരു പ്രക്രിയയാണ് നമ്മൾ ലൈംഗികത എന്ന് പറയുന്ന മെക്കാനിസം. ഇത് രൂപപ്പെടുന്നതോടെയാണ് ശരിക്കും പറഞ്ഞാൽ അതുവരെ ഒന്നൊന്നിനെ ആഹരിക്കുന്നത് വഴി മരിക്കും എന്നുള്ളതല്ലാതെ മരണം എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ പറയുന്ന മരണം ലൈംഗികതയുടെ ഒപ്പം വരാനേ പറ്റുള്ളൂ. അതിന് മുന്നേ ഡിവൈഡ് ചെയ്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആഹാരമായി പോകുന്നത് വഴി ഇല്ലാതായി പോയെന്ന് വരും. പക്ഷേ അല്ലെങ്കിൽ എക്സ്ട്രീം കണ്ടീഷൻ മരിക്കുക എന്ന് പറയുന്ന ഒരു നീഡ് വരുന്നത് രണ്ടെണ്ണത്തിൽ കവിഞ്ഞ് മൂന്നാമതൊന്ന് മെച്ചപ്പെട്ടതുണ്ടാകും എന്ന് വരുമ്പോൾ ആ വരുന്നതിനകത്ത് പഴയത് ഇനി നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അതിനെ റീപ്ലേസ് ചെയ്യാൻ മൂന്നാമത്തതുണ്ട് എന്ന് വരുന്നത് വഴിയാണ് മരണം എന്ന് പറയുന്നത്. മെച്ചപ്പെട്ട ഒരു സാധനമായിട്ട് മരണം വികസിപ്പിച്ചതാണ്. മരണം നമ്മൾ കണ്ടെത്തിയ ഒരു സാധനം, നമ്മളെന്ന് പറഞ്ഞ ജീവൻ നമ്മൾ കണ്ടെത്തിയതാണ്. ലൈംഗികത കണ്ടെത്തിയതിന് പോലെ തന്നെ കണ്ടെത്തിയ ഒന്നാണ് മരണം. അതുകൊണ്ട് നമ്മളെക്കാളും മികച്ചതായ മറ്റൊന്നുണ്ടായിരിക്കുന്നു, ഇതിനെ റീപ്ലേസ് ചെയ്യാനുണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന അറിവ് വന്നപ്പോഴാണ് പഴയത് മൂത്ത് തുടരേണ്ട ആവശ്യമില്ലെന്നും അത് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന യുക്തി വരും. വളരെ യുക്തിപൂർവ്വം തന്നെയാണ് എവല്യൂഷനകത്ത് ഈ ലോകമൊക്കെ വികസിച്ചത്, നല്ല യുക്തിയോടെയാണ്. അത് ഇങ്ങനെയാണ്. കൺസർവേഷൻ ഓഫ് എനർജി പോലെ ഉള്ള ഏരിയകൾ നമ്മൾ അറിഞ്ഞാലേ അത് മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് പഴയത് ഭയങ്കരമായിട്ട് കഴിഞ്ഞാൽ ധാരാളം പാരസൈറ്റ്സ്, നമ്മളെ തിന്നുന്നതും നമ്മളെ ഉപദ്രവിക്കുന്നതും നമ്മളെ ഉപയോഗിച്ച് ജീവിക്കുന്നതുമായിട്ടുള്ള ധാരാളം ജീവികൾ നമ്മളിൽ വന്ന് കൂടിക്കോളും. ആ കൂടി വരുന്നതിനെ പിന്നെയും സർവീസ് ചെയ്ത് നിലനിർത്തുക എന്ന് പറയുന്നത് പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെ മറികടക്കാനുള്ള ഏറ്റവും വലിയ പണിയാണ് നമ്മുടെ ഈ മെക്കാനിസം. ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, അതിൻ്റെ കോർഡിനേഷൻ ഉണ്ട്, അതിൻ്റെ മെക്കാനിസങ്ങൾ വർക്കൗട്ട് ചെയ്ത് അത് അങ്ങനെ സങ്കീർണമായ ജീവി നമ്മളായി. അതല്ല, നമ്മളെ ആഹരിച്ച് ജീവിക്കുന്നവരെ പോലെ തന്നെ നമ്മളോടൊപ്പം പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന പാരസൈറ്റ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം അങ്ങ് ഉണ്ടാകുന്നു. ഒരു ഘട്ടെത്തുമ്പോൾ അതുങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്തത്ര ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുക. അപ്പം കണ്ടുപിടിച്ച ഒരു നല്ല ടെക്നോളജിയാണ് നമ്മൾ സ്വയം വീണ്ടും നമ്മളൊരു കൊച്ചു ജീവിയായിട്ട് പുതിയതായിട്ട് ആരംഭിച്ചാൽ ഇത്രയും പേരെ ഒന്നിച്ചങ്ങ് കളയാൻ പറ്റും. സർവീസ് ചെയ്യണ്ട. മറ്റേ ആണെങ്കിൽ സർവീസ് ചെയ്ത് നമ്മൾ കുഴയും. നമ്മൾ ഈ വെന്റിലേറ്ററിൽ ഇട്ട് അമ്മയും അച്ഛനെയും ഈ സർവീസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട് കാശ് മുഴുവൻ കളയുന്ന പോലെ പ്രോവിഡന്റ് ഫണ്ടും കളഞ്ഞ് അവരുടെ പെൻഷനും കളഞ്ഞ് കാശിന് കൊള്ളാത്ത ഒരു ജീവിയെ തിരിച്ചുവിടെ കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം പെട്ടിക്കകത്താക്കി നമ്മൾ കുഴിച്ചിടുകയും ചെയ്യും. പക്ഷെ കാശ് മുഴുവൻ പോകും. ആ വിവരക്കേടിന് പകരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ഒന്നേന്ന് തുടങ്ങിയ ഒരു മുട്ടയിൽ തുടങ്ങിയാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പാരസൈറ്റുകളെ മുഴുവൻ ഒഴിവാക്കി. ഇതൊക്കെ ഇതിനകത്തെ യുക്തികളാണ്. വെയർ ആൻഡ് ടയർ പോലെ തന്നെ ഇത്തരത്തിലുള്ള സകല പ്രശ്നങ്ങളെയും പലതരത്തിൽ പരിഹരിക്കാമെന്ന് കാണുന്ന പുതിയ തരത്തിലുള്ള വികാസങ്ങളാണ് ഈ പുതിയ ജീവിയെ രണ്ടെണ്ണത്തിനെ ചേർന്ന് ഒന്നേന്ന് പറഞ്ഞ് ആരംഭിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നത്. മറ്റേ സർവീസ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമായിരിക്കും. ഇത്രയധികം പാരസൈറ്റുകളോ കാര്യങ്ങളോ ഇല്ല. നമ്മളിന്ന് കാണുന്ന തരത്തിൽ ബാക്ടീരിയ ലെവൽ തൊട്ട് വലിയ നമ്മളെ തിന്നുന്ന ടേപ്പ് വേമോ അതുപോലുള്ള പാരസൈറ്റുകളുടെ ലോകം തന്നെ നമ്മളങ്ങോട്ട് നോക്കിയാൽ തല പൊട്ടിപ്പോകുന്ന പല പാരസൈറ്റുകളും ചേർന്ന് ജീവനായി മാറിപ്പോകുന്ന തരത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. പക്ഷേ ഒരു രക്ഷയുമില്ലാത്ത അത്രയും നമ്മളിപ്പോൾ കടലിലൊക്കെ ഇറങ്ങി നോക്കി ആമ, ഈ തിമിംഗലമൊക്കെ നോക്കി അതിൻ്റെയൊക്കെ ദേഹത്തൊക്കെ അങ്ങ്
വേറെ ഒരു വലിയ കോളനികളാണ്. കോളനിയാണ്. നമ്മൾ പോലും ഇപ്പം അങ്ങനെ ഒരു കോളനിയാണ്. അപ്പം ഇവരുടെ എണ്ണം കൂടി നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിയുന്ന കാരണം കൊണ്ടാണ് സത്യത്തിൽ മരണം വരുന്നത്. അല്ല, മരണം ഇങ്ങനെ ഭയങ്കര അനിവാര്യമായി ഭയങ്കര സംഭവം നശിച്ചുപോയാലും തുടർച്ച ഉറപ്പാക്കാനുള്ള കുഞ്ഞുങ്ങളിലൂടെ ഉറപ്പാക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ മണ്ടന്മാര് ജീവനാണ് വീണ്ടും വീണ്ടും പുനർജനിക്കുന്നുള്ള കഥ പറയുമ്പോൾ മനസ്സിലാക്കണം. പിന്നെ കൊച്ചിനെ എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടി വരും. നമ്മളെന്തിനാ കൊച്ചിനെ ഉണ്ടാക്കേണ്ട ആവശ്യം? കൊച്ചിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വീണ്ടും കുഞ്ഞായി തുടരുന്നതിനാണ്. രണ്ടായി, ഇളയതായി, മൂത്ത് വീണ്ടും ഇളയതായി, രണ്ടായി, ഇളയതായി മൂക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത് പോലെ രണ്ടുപേര് ചേർന്ന് ഒരു ആദ്യത്തെ മുട്ടയിൽ ആരംഭിച്ച് വീണ്ടും ഉണ്ടാക്കുന്നത് വഴി ഈ പറയുന്ന പാരസൈറ്റിനെ അതുപോലെ വേർ ആൻഡ് ടയറിനെ മറികടന്ന് യൗവനം തുടർക്കാൻ പറ്റും എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ ഇതാണ് കുഞ്ഞിനെ ഉണ്ടാക്കേണ്ട ആവശ്യം.